Accordingly, this court allowed Criminal Appeal number 1255/2004 as aforesaid, setting aside the order of conviction and sentence passed by the Sessions Court against all the 36 appellants or accused. In the result, the order of Sessions Court shall stand vacated. നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങൾ. ഏലപ്പാറ കേസിലെ പെൺകുട്ടിയുടെ പിതാവിനെയും 2 ജ്യേഷ്ഠ സഹോദരിമാരെയും വിഷം അകത്ത് ചെന്ന നിലയിൽ കണ്ടെത്തി. കോടതി വിധിയുടെ ആഘാതമാകാം ആത്മഹത്യാശ്രമത്തിന് പിന്നിൽ. ഗുണ്ടാവിരുദ്ധ നിയമം ഓർഡിനൻസായി ഇറക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അക്രമ സ്വഭാവമുള്ളവരെ 6 മാസം വരെ തടങ്കലിൽ വെക്കാൻ നിയമത്തിൽ വ്യവസ്ഥ. സോണിയാഗാന്ധി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭാ അധ്യക്ഷനായിരിക്കാൻ നാണക്കേട് തോന്നുന്നുവെന്ന് ശോഭന ചാറ്റർജി. PF പലിശ നിരക്ക് 9.5% നിന്ന് 8.5% തീരുമാനത്തിൽ ഇടതുപക്ഷത്തിനും പ്രതിപക്ഷത്തിനും. ഏലപ്പാറ കേസിലെ പെൺകുട്ടിയുടെ പിതാവിനെയും 2 ജ്യേഷ്ഠ സഹോദരിമാരെയും വിഷമകത്ത് ചെന്ന നിലയിൽ കുട്ടിക്കാനം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതികൂല കോടതി വിധിയുടെ ആഘാതമാണ് ആത്മഹത്യാശ്രമത്തിന് ഇവരെ പ്രേരിപ്പിച്ചതെന്ന് കരുതുന്നു. പിതാവിന്റെ നില ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പിതൃക്കളെ നമസ്കരിച്ച് എള്ള്, പൂവ്, ചന്ദനം ഇത്യാദികൾ ഇലയിലേക്ക് വെക്കുക. കുണ്ടം നനച്ച ഇലയിൽ വെച്ച് ഇല മടക്കി 3 പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് നമസ്കരിച്ച് ജലത്തിൽ മുങ്ങുക. എഴുന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കോളൂ. കോടതി വിധിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇപ്പൊ നിങ്ങളുടെ കോടതി പറയുന്നത് ഞാൻ നിരപരാധിയാണെന്ന്. പക്ഷെ മരിച്ചു എന്റെ അമ്മയുടെ മുമ്പിൽ ജീവിതകാലം മുഴുവൻ ഞാൻ കുറ്റവാളിയാ. സ്വന്തം മകന്റെ ദുർവിധി ഓർത്ത് ഹൃദയം പൊട്ടി മരിച്ച എന്റെ അമ്മയെ സത്യം ബോധിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ കോടതിക്ക് പറ്റുമോ? എന്നെ പോലെ നിരപരാധികളായ ഒരു അച്ഛൻ 2 മക്കളോടെ കിടപ്പുണ്ട്. ആശുപത്രിയിൽ വിഷം കഴിച്ച് മരണത്തെ കാത്ത്. അതും പോയി ഷൂട്ട് ചെയ്യ്. ചെല്ല്.
സിയുമണവാളൻ യേശുരാജരാജൻ സഞ്ചാരിയൻ ജീവന്റെ നാഥൻ സിയുമണവാളൻ യേശുരാജരാജൻ സഞ്ചാരിയൻ ജീവന്റെ നാഥൻ മതിയായവനേ പ്രിയനേ അവ ചെയ്യുക നീവേ മതിയായവനേ പ്രിയനേ സ്തുതി ചെയ്യുക നീവേ മലയും നീയല്ലേ കിമ്മലയും നീയല്ലേ ഹല്ലേലൂയ പാടി നിന്റെ യേശുരാജരാജൻ സഞ്ചാരിയൻ ജീവന്റെ നാഥൻ യേശുരാജരാജൻ സഞ്ചാരിയൻ ജീവന്റെ നാഥൻ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇന്നലെ സാമുൽ സാർ ഇല്ലാത്ത കാരണം ഞാൻ സൂപ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ചീത്ത കേട്ടു. ഡെസ്പാച്ച് സെക്ഷനിലെ ഫയലിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു. ഫയൽ സാറിൻ്റെയിലായിരുന്നില്ലേ? അല്ല, ഇന്നലെ എന്തു പറ്റി? എവിടെയായിരുന്നു? കൂട്ടപ്രാർത്ഥനയായിരുന്നു ഇന്നലെ. സത്യം പറഞ്ഞ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഇവരുടെ പ്രാർത്ഥനയാ പ്രാർത്ഥന. കർത്താവ് ചെവിയും പൊത്തിക്കൊണ്ട് ഇറങ്ങി വരും. ഇത്ര ഉച്ചത്തെ മനുഷ്യൻ എങ്ങനെയാ പാടുന്നേ? അല്ല സാറമ്മ സാറേ, നിങ്ങളും ക്രിസ്ത്യാനികളല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ഈ ഗാനമേള പരിപാടിയൊന്നും ഇല്ലേ? ഞങ്ങൾ രണ്ടും രണ്ട് സെക്ഷനാ ശശി. അതെ അതെ, ഞങ്ങൾ കറുത്ത ക്രിസ്ത്യാനികള്, ഇവര് വെളുത്ത ക്രിസ്ത്യാനികള്. സാമുൽ സാർ അങ്ങനെ പറയരുത്. സാറിന്റെ ഭാര്യ ലില്ലിക്കുട്ടി സാറിനെ നിറവും ജാതി നോക്കിയാ പ്രേമിച്ചത്. അവളുടെ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കിയത് കൊണ്ടല്ലേ സ്വന്തക്കാരെയും ബന്ധുക്കളെയും ശത്രുക്കളാക്കി ഞാൻ മതം പോലും മാറിയത്. ഹിന്ദു ആയിരുന്ന സാറ് ക്രിസ്ത്യാനി ആയതും ഓക്കെ, പിന്നീട് പെന്തക്കോസ്ത് സഭയിലേക്ക് ചേക്കേറിയതോ വ്യക്തമായൊരു മറുപടി സാറിന് പറയാനുണ്ടോ? സാമൂഹ്യ പരിഷ്കർത്താവായ പൊയ്കയിൽ അപ്പച്ചൻ പാടിയിട്ടുണ്ട്, ഹിന്ദുമതത്തിന്റെ പുറം വഴിയെ നമ്മൾ അനാഥരെ പോലെ നടന്നതില്ലേ, ക്രിസ്തുമതത്തിന്റെ പുറം വഴിയെ നമ്മൾ അനാഥരെ പോലെ നടന്നതില്ലേ, ഹിന്ദു മതക്കാരും ചേർത്തതില്ല നമ്മെ, ക്രിസ്തു മതക്കാരും ചേർത്തതില്ല. സവർണ ശക്തിക്കെതിരെയുള്ള അടിസ്ഥാന വർഗത്തിന്റെ ചെറുത്തുനിൽപ്പായിരുന്നു എന്നും മതം മാറ്റി. അതിലൊരാളാണ് നമ്മുടെ സാമുവൽ. അതാണ് നമ്മുടെ ജാതിയുടെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിന്റെ ജാതിയും. മനസ്സിലായോ? ശേഖരന് മരുതോറമ്പിലെ ജോസഫ് സാറിന് അറിയാവോ? അത്ര അടുത്ത് പരിചയമില്ല, എന്നാലും അറിയും. പുള്ളിക്കാരനല്ല, പുള്ളിക്കാരന്റെ മകനെ കുറിച്ച് അറിയേണ്ടത്. ആരാ, തമ്പിയോ? തമ്പിയല്ല, പുള്ളിയുടെ അനിയൻ ജോർജ് ജോസഫ്. ആളെങ്ങനെയാ? എന്താ വല്ല കല്യാണാലോചന മറ്റാണോ? താനെന്താ ഉച്ചയ്ക്ക് മരുതുപറമ്പിലെ ജോസഫ് സാറിന്റെ മോന്റെ കാര്യം തിരക്കിയത്? അത് പിന്നെ ജോസഫ് സാറിന്റെ മകൻ ജോർജ് കുട്ടി ന്യൂമാൻസിൽ മെഡിക്കൽ ഇൻഡസ്ട്രി കോച്ചിങ് തുടങ്ങുന്നു കേട്ടു. അതിനയാളുടെ സ്വഭാവം എന്തിനാ അറിയുന്നേ? അടുത്ത മാർച്ചിലെ പരീക്ഷ കഴിഞ്ഞാൽ ഈ സമയം ഒന്ന് കോച്ചിങ്ങിന് വിട്ടാലൊന്ന് ആലോചിക്കുകയായിരുന്നു. പ്രായപൂർത്തിയായിരുന്നു പെൺകുട്ടിയല്ലേ, ആലോചിക്കാണ്ടൊക്കെ. ഓ, തന്റെ ഒരു കാര്യം. എന്റെ സാമൂലെ, ഈ പരീക്ഷയുടെയും പഠിത്തത്തിന്റെയും ടെൻഷൻ പിള്ളേരൊന്ന് റെസ്റ്റ് എടുത്ത് തീർക്കട്ടെ. ഇത്രയും നാളും കാലത്തും വൈകിട്ടും ട്യൂഷനായിരുന്നു. അത് തീർന്നപ്പോ എൻട്രൻസ് കോച്ചിങ്. അവറ്റകളും മനുഷ്യക്കുട്ടികളാടൂ. ശേഖരനത് പറയാ, 3 എണ്ണം ഉള്ളതിൽ ബുദ്ധിക്ക് ഇത്തിരി തെളിച്ചുള്ളത് യുവക്കാ. ലിസമ്മക്കേ അതിനൊരു കര പറ്റിക്കണം. ലില്ലിക്കുട്ടിയുടെ ആഗ്രഹം വരുന്നത്. കർത്താവിന് സ്തോത്രം. ഞങ്ങള് നേരത്തെ ആയിപ്പോയോ അതോ സാവൻ സാർ താമസിച്ചു പോയോ? ഞാനിത്തിരി താമസിച്ചു. ടൗണിൽ നിന്നിട്ട് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അല്ല, വരൂന്നല്ലാതെ ഇന്ന് വരുന്നു ആവശ്യം പറഞ്ഞില്ല. ആളെത്തിപ്പോയി. ഇത് ഇമ്മാനുവൽ സാറ്, പയ്യന്റെ ചേട്ടനാ. പറഞ്ഞു വരുമ്പോ നമ്മുടെ നാട്ടുകാരനാ, പുല്ലാട്. വാട്ടർ അതോറിറ്റിയിലാ. ഇത് പിന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പയ്യൻ ഇത് മൂത്ത കാരണോടെ ഭാര്യ റോസക്കുട്ടി സാറ്, ചെറുതോണി പഞ്ചായത്ത് ഓഫീസിലാ. പെങ്കൊച്ചിനെ ഇന്ന് തന്നെ കാണിച്ചു കൊടുക്കണമെന്ന് ഒരേ നിർബന്ധം. എന്നാ അങ്ങനെ ആട്ടെ എന്ന് ഞാനും. എന്നാ വാവച്ചൻ പിന്നെ ഒന്നും പെൻഡിങ്ങിൽ വെക്കുന്ന കൂടുതലല്ലോ. ഞാനിപ്പോ വരാം. മോള് പാല് കുടിച്ചാലേ അമ്മ നീ എപ്പോ വന്നു? ഇതാരാ? അപ്പാപ്പന്റെ ചക്കര കുട്ടിയാ. എടി കൊച്ചേ, അവര് നിന്നെ കാണാൻ വന്നതാ, അല്ലാതെ ഇന്ന് കെട്ടിക്കൊണ്ടൊന്നും പോകത്തില്ല. അവര് വന്നിട്ട് തോനെ നേരായി സാറേ. കൊച്ചിനെ അവിടെ നിർത്തിയിട്ട് മോളെ വിളിപ്പിക്കേ. മധുവമ്മേ, ആ ചായ എടുത്തേ.
സാമുവൽ സാറ് കുമ്പനാട്ടുകാരനാ. 20 കൊല്ലമായിട്ട് ഇവിടെ. 26 തികയുന്നു ഈ മാർച്ച് കഴിയുമ്പോ. കൊച്ചിന്റെ പേരെന്നാ? ഷേർലി. സാമുവൽ സാറിന്റെ ഭാര്യ ഹെൽത്ത് സർവീസിലായിരുന്നു. ഒരു 17 വർഷമായി കാണുമില്ലേ സാറേ? മഞ്ഞപ്പിത്തമായിരുന്നു. ആൾക്കാരുടെ രക്തം പരിശോധിച്ച് രോഗം കണ്ടുപിടിക്കുന്ന ആള് സ്വന്തം രോഗം കണ്ടുപിടിച്ചില്ല. ലാബറട്ടറി ടെക്നീഷ്യൻ ആയിരുന്നു. ചടങ്ങ് പ്രകാരം അങ്ങോട്ട് വരാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. സാറിന്റെ കല്യാണം ഒരു ഏടാകൂടം ആയിരുന്നേ. പ്രേമവിവാഹത്തിന് ഏടാകൂടം എന്നാണോടോ പറയാ? ലില്ലിക്കുട്ടി ഞാനും 1ാം ക്ലാസ് മുതൽ കോളേജ് വരെ ഒരുമിച്ച് പഠിച്ചവരാ. തിരുവല്ല മാർത്തോമ കോളേജില്. ഇമ്മാനുവൽ സാറും അവിടാ പഠിച്ചത്. സാമുവൽ സാറിന്റെ ഒളിച്ചോട്ടവും കല്യാണവും മതമാറ്റവും ഒക്കെ പാവച്ചൻ പറഞ്ഞു. ഒരു സിനിമാ കഥ പോലെ വിവരിച്ച്. അതെ അതെ, രണ്ടും പാട്ടും ഒക്കെ ഉള്ള ഒരു സിനിമാ കഥ. കഥയുടെ അവസാനം കുറച്ച് ട്രാജഡി ആയിപ്പോയി. നായകനെ തനിച്ചാക്കി നായിക അങ്ങോട്ട് പോയി. ഒക്കെ ദൈവത്തിന്റെ ഓരോ പദ്ധതികള്, അല്ലാതെ എന്താ. ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നോ? സാറിന്റെ മൂത്ത മകളാ. പൈനാവിൽ അയച്ചിരിക്കുന്നത്. ചെറുക്കൻ സെയിൽ ടാക്സിലെ ഡ്രൈവറാ. അതിന്റെ ഇടപാട് ഞാനായിരുന്നു. അല്ല, ഇളയ കൊച്ചു പള്ളിക്കൂടത്തിന്ന് വന്നില്ലായോ? +2 പഠിക്കുന്നത്. ലിസമ്മ എല്ലാത്തിനും ഫസ്റ്റാ. അതിനെ ഒരു ഡോക്ടർ ആക്കണമെന്നാ സാമുവൽ സാറിന്റെ ആഗ്രഹം. അല്ല, ഇപ്പോഴത്തെ കാലത്ത് ഡോക്ടറാക്കാൻ ശ്രമിച്ചെങ്കിലേ പിള്ളേര് നഴ്സെങ്കിലും ആകൂ. മോളുടെ പേരെന്നതാ? അയ്യോ, വലിയ പാട്ടുകാരി മിമിക്രിക്കാരി ഒക്കെയാ. ആ മിമിക്രി ഒന്ന് കാണിച്ചു കൊടുത്തേ മോളെ. രണ്ടുപേരുടെ ആയിക്കോട്ടെ മോളെ. ഇനി ആ സുരേഷ് ഗോപി ഒന്ന് കാണിച്ചേ. വല്ല പുക്കാർ ഒപ്പിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? ആ അതേന്നാ തോന്നുന്നേ. വന്നു കയറി കുറച്ചു നേരം മുറിക്കാത്തിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നതാന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. നയന പറഞ്ഞു ഇന്നലെ രാത്രി ജോണിച്ചായനുമായി മുട്ടം വഴക്കായിരുന്നെന്ന്. ജോണിച്ചായനെ സസ്പെൻഡ് ചെയ്തേക്കുവാ. ജീപ്പിന്റെ ബാറ്ററി എടുത്ത് ബാർ കൊണ്ട് വിറ്റെന്ന്. ബാറ്ററിയല്ലേ വിറ്റുള്ളൂ. അവന്റെ കുടിയുടെ ചെലവ് വെച്ച് നോക്കി ജീപ്പാ വിൽക്കേണ്ടത്. പപ്പ ഒന്നും ചോദിക്കണ്ട. ചോദിച്ചാ പിന്നെയും കരച്ചിൽ തുടങ്ങും. ഞാനൊന്നും ചോദിക്കുന്നില്ല. കൊമ്പത്തെ തറവാട്ടിന്നൊരു ബന്ധം വന്നപ്പോ ഒന്നും അന്വേഷിച്ചില്ല. പഠിച്ചുകൊണ്ടിരുന്ന പെണ്ണിനെ പിടിച്ച് ഒക്കെ അവളുടെ തലയിലെഴുത്ത്. എന്താടി, വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖാ പപ്പ. ജോണിക്കുട്ടി എന്തു പറയുന്നു? ജോണിച്ചായന് ഈ ആഴ്ച ഓഫീസിൽ കുറച്ച് ദൂരേക്ക് ഓട്ടോ ഉണ്ട്. തിരുവനന്തപുരത്തോ കോട്ടയത്തോ എങ്ങാണ്ടൊക്കെയോ പോണം. പിന്നെ സിസ്ലാമ്മ അവിടെ ഇല്ല. ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് കരുതി ഞാനിങ്ങ് പോന്നതാ. അല്ല പപ്പ, ഈ വന്ന കൂട്ടർ എത്ര ചോദിക്കുന്നേ? അവരത്രക്കാരൊന്നുമല്ല. നമ്മൾ എത്ര കൊടുത്ത് കൊച്ചിന് ഇറക്കുന്നു അത്രയും. കച്ചവടക്കാർ എത്രയായി ഇവിടെ ഒന്ന് കാപ്പിയും കുടിച്ചിട്ട് പോയത്? 3 ലക്ഷം രൂപ സ്വത്ത് വീതം വെക്കും ഒരു ഭാഗം. അതിന് പപ്പ വല്ല വഴിയും കണ്ടിട്ടുണ്ടോ? നിനക്കെന്തായാലും ഒരു സംശയം? എടി, നിന്റെ പപ്പ ഈ ഏരിയയിൽ ഒരു പണച്ചാക്ക. ചാക്കിന്റെ ഇടയിൽ ഒരു വലിയ ഓട്ടോ ഉണ്ടെന്ന് മാത്രം. ഈ കൊച്ചിന്റെ ഇത് ആരെ എടുത്തു കൊടുത്തേ? ആ, മോള് വലുതാവുമ്പോ അപ്പത് മോൾക്കായിട്ട് തരും കേട്ടോ. എടി കൊച്ചേ, ഇത് വായിച്ചു കേൾപ്പിച്ച ഈ അപ്പാപ്പൻ നിന്റെ വല്യമ്മച്ചിയെ തറവാട്ടിന്ന് ചാടിച്ചോണ്ട് വന്നത്. പണ്ട് അമ്മച്ചി ഉണ്ടായിരുന്ന കാലത്തെ 1ഉം 2ഉം പറഞ്ഞ് പപ്പയോട് പിണങ്ങിക്കഴിഞ്ഞാ പപ്പ ഇതെടുത്ത് തട്ടി ശബ്ദം ഉണ്ടാക്കും. അതോടെ അമ്മച്ചിയുടെ പിണക്കം പമ്പ കടക്കും. ഒരു കള്ളച്ചിരിയോടെ ഇതിന്റെ ശബ്ദം കേട്ട് നിൽക്കുന്ന അമ്മച്ചിയുടെ രൂപം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഒത്തിരി ഇണക്കങ്ങളും പിണക്കങ്ങളും കണ്ടതാടി പിള്ളേരെ ഇത്. അഞ്ചരക്കുള്ള സെന്റ് ജോർജ് വന്നു എന്ന് തോന്നുന്നു. ഇന്ന് ലിസമോക്ക് പ്രോഗ്രസ് കാർഡ് കിട്ടുന്ന ദിവസമാണ്. സൗമിനി മാഡം, ഞങ്ങളുടെ ലിസമ്മ മാഡം അഞ്ചരക്കുള്ള വണ്ടിക്കില്ലായിരുന്നോ? ഇല്ലായിരുന്നു. ചിലപ്പോ സ്പെഷ്യൽ ക്ലാസ് കാണും. ആ, സൗമിനി മാഡത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടിയോ? കിട്ടി. ആ, എങ്ങനെ, ഡോക്ടറോ എഞ്ചിനീയറോ? സയൻസിന് 80%. ആ, കൺഗ്രാജുലേഷൻസ്. ഇവിടുത്തെ കക്ഷിക്ക് സയൻസിന് എനിക്ക് മാർക്ക്. പീര് മേഡം അങ്ങനെ ഡോക്ടർമാരെ കൊണ്ട് നിറയട്ടെ. പ്രോഗ്രസ് കാർഡ് കിട്ടട്ടെ.
എന്നിട്ട് തീരുമാനിക്കാൻ ഡോക്ടർ ആക്കണോ എഞ്ചിനീയർ ആക്കണോന്ന്. പപ്പ എന്നാത്തിനെത്ര ചിരിക്കുന്നേ? പഠിക്കാനുള്ള കഴിവ് ദൈവം എല്ലാവർക്കും തന്നു വരത്തില്ല. ഇല്ല, സമ്മതിച്ചു. പക്ഷെ എന്തെങ്കിലും ഒരു കഴിവ്, എന്തെങ്കിലും. ആ, നീ പോയി ഷർട്ടും തോർത്തെടുത്തിട്ട് വാ. സെന്റ് മേരീസ് വരുമ്പോൾ നേരെ കിട്ടും. ഞാൻ പോയി ലിസമയെ കൂട്ടിട്ട് വരാം. ഈ പപ്പ അവള് വലിയ പഠിത്തക്കാരാണെന്നും പറഞ്ഞെടുത്ത് തലയിൽ വെച്ചേക്കുവാ. വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ എത്ര പേര് വഴിക്ക് വരാനുണ്ട്. അവരുടെ കൂടെ അവളിങ്ങ് പോരും. ഇള്ളക്കുട്ടിയൊന്നല്ലല്ലോ. ആ, ഇള്ളക്കുട്ടിയല്ല, അതാ പ്രശ്നം. എന്റെ മോള് ഈ ബസ്സിലുണ്ടായിരുന്നില്ലേ? സെന്റ് തോമസ് പഠിക്കുന്ന കുട്ടിയല്ലേ? സ്കൂൾ പിള്ളേർ ആരും ഈ ട്രിപ്പിലുണ്ടായിരുന്നില്ലല്ലോ. ഇത് സാമുവൽ. ഇവിടെ 12Bയിൽ പഠിക്കുന്ന ലിസമ്മ സാമുവലിന്റെ ഫാദറാണ്. സ്കൂൾ വിട്ട് ഇത്രയും നേരമായിട്ടും കൊച്ചു വീട്ടിൽ വന്നിട്ടില്ല. ലിസമ്മ സാമുവൽ സെക്കൻഡ് പീരീഡ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോയല്ലോ. മാർക്ക് കുറവുള്ള സ്റ്റുഡൻസ് പേരൻസിനെ വിളിച്ചുകൊണ്ടുവരേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഇന്ന്. പേരൻസിനെ കൂട്ടിക്കൊണ്ടുവന്ന് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന് പറഞ്ഞ് ലിസമ്മ സാമുവലിലെ മറ്റൊരു കുട്ടിയെയും പ്രിൻസിപ്പൽ വീട്ടിലേക്ക് മടക്കി വിട്ടിരുന്നു. ഇനി പേടിപ്പനിയെല്ലാം തലപ്പാറ ഭഗവതി മാറ്റിത്തരും കേട്ടോ. സൂക്ഷിച്ചിറങ്ങുള്ളൂ. അല്ല, ഇതാര് പ്രഭാകരനോ? ഓ, തെറ്റി തെറ്റി തെറ്റി. ചാമുവല് ചാമുവല് ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഓ, അല്ലെങ്കിൽ തന്നെ നീ അവറ്റകളെ ഞങ്ങളുടെ ഉള്ളിലേക്ക് വിടുവോ? ഞങ്ങൾ കുറഞ്ഞവരല്ലേ. അതൊക്കെ അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവള് വല്ല നോട്ടോ പുസ്തകമോ കൂട്ടുകാരികളുടെ നിന്ന് വാങ്ങാൻ പോയതായിരിക്കും. നിങ്ങൾ ഇങ്ങോട്ട് പോകുന്ന നേരത്തെ അവള് വീട്ടിൽ തിരിച്ചെത്തി കാണും. അടുത്ത കൂട്ടുകാരികളുടെ വീട്ടിലൊക്കെ അന്വേഷിച്ചു, അവിടെ ഒന്നും ചെന്നിട്ടില്ല. അല്ല, ഇനിയിപ്പോ ഗോപി പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങോട്ട് വന്നതിനിടയ്ക്ക് അവള് വീട്ടിലെത്തി കാണും. സ്കൂളിൽ പോകാൻ നേരം വല്ല വഴക്കോ വക്കാണോ ഉണ്ടായിരുന്നോ പ്രഭാര? ഓ, ഇവിടുത്തെ പിള്ളേരുടെ ഓരോ രീതിയും പ്രവൃത്തി. ആ, ഏതായാലും ആളെ പേരെ ഒന്നും അറിയിക്കണ്ട. പ്രായം തകഞ്ഞ കൊച്ചാ. ആൾക്കാരറിഞ്ഞ അത് മതി അതിന്റെ ജീവിതം നായനാക്കാൻ. നമുക്ക് ഇറങ്ങാൻ സാമൂലെ. ഞാനും കൂടെ വരാമാവാ. എന്റെ ഷർട്ടും കെടുത്തടി. അല്ല, എന്നതാടാ പ്രഭാര, നിന്റെ രണ്ടാമത്തെ മോടെ കല്യാണാലോചന മുറയ്ക്ക് നടക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. ഇനി എന്തിനാണ് രഹസ്യമാക്കി നടത്തുന്നത്? ദേ, എന്റെ മോൻ കെട്ടി അവള് 3 മാസം വയറ്റ് കണ്ണിയോ. ദേവികയ്ക്ക് പറയാനുള്ളത് ഏത് മഹാരാജാവിന്റെ മുഖത്ത് നോക്കിയും പറയും. ഇല്ലെങ്കിലേ ദേവിക ചത്ത് തെക്കോട്ടെടുക്കണം. എടാ, നിന്റെ മോളെ ഇവന് പെണ്ണ് ചോദിച്ചു വന്നപ്പോഴേ ഞാൻ നിന്റെ പെങ്ങളാണെന്ന് മറന്ന് നീ എന്നോട് പറഞ്ഞു ഒന്ന് ഞാൻ ചത്താലും മറക്കത്തില്ല. ഓ, നീ വലിയ ക്രിസ്ത്യാനിയായി പോയില്ലേ? എന്റെ പൊന്നു തള്ളും നിർത്ത്. നേരം കാലം നോക്കാനുള്ള ഒരു വർത്തമാനം. നീ വെറുതെ ആദ്യം ഏറ്റണ്ടടാ. പെണ്ണ് ചിലപ്പോ രജിസ്റ്റർ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തി കാണും. തള്ള വേലി ചാടിയാലേ മകള് മതിരി ആടൂന്ന. അല്ല, എനിക്ക് മനസ്സിലാകാനായിട്ട് ചോദിക്കുക, നിങ്ങൾ ഈ പച്ചപ്പാതിരക്ക് പെങ്കൊച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതിന്റെ അർത്ഥം എന്തുവാ? ലൈൻ ബസ് ആകുമ്പോ തോനെ ആൾക്കാർ കയറും പോകും. അവരൊക്കെ എവിടെ ഇറങ്ങുന്നു, എങ്ങോട്ട് പോകുന്നു, ഇതൊക്കെ നമ്മൾ എങ്ങനെ അറിയാനാ? കുഞ്ചറിയാച്ച മോൻ ടോമിച്ചോട് ചോദിച്ചു നോക്ക്. പുള്ളിക്കാരൻ ഈ പെങ്കൊച്ചിനെ പരിചയമുണ്ട്. ഓക്കെ, അവനിങ്ങനെ ചെക്കറായിട്ട് പോകുന്നത് കൊണ്ട് വണ്ടിയിൽ കയറുന്നവർക്കൊക്കെ അവനെ പരിചയം ഉണ്ടാവും. ചിലരൊക്കെ അവനും പരിചയം കാണും എന്ന് കരുതി ഇതൊരുമാതിരി എരണ്ടങ്ങട്ട് ഏർപ്പാടായി പോയി. കുഞ്ചറിയാച്ച ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയട്ടെ. എന്തുവാ? ഇങ്ങോട്ട് വന്നേ. ഇത് സാമുവലിന്റെ കാണാതായ മകൾ ലിസമ്മയുടെ പുസ്തകക്കെട്ടിനകത്തുനിന്ന് കിട്ടിയതാണ്. കുഞ്ചറിയാച്ചന്റെ മകൻ അവൾക്ക് എഴുതിയ എഴുത്തുകളും ഫോട്ടോയും. എന്റെ കർത്താവേ, ഞാൻ എന്നതായി കേൾക്കുന്നേ? ഈ പെങ്കൊച്ചിന് എന്നാ വയസ്സ് കാണും? ഒരു 16 വയസ്സുണ്ടാവും. കർത്താവേ, വല്ല പോലീസുകാരുടെ കയ്യിലും പൊട്ട കഴിവടാമോ കുടുങ്ങുമല്ലോ. ഞാനിപ്പോ എന്നതാ ശേഖരൻ സാറേ ചെയ്യണ്ടേ? അന്വേഷിച്ച് കണ്ടുപിടിക്കണം, ഈ രാത്രി തന്നെ. അതിന് കുഞ്ചറിയാച്ചന് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം.
കാര്യം കോട്ടയം SP തോമസ് മാത്യു എന്റെ കസിനാ, ഇളയമേട മോൻ. പക്ഷെ ഈ പാതിരാത്രിക്ക് അവനെ വിളിച്ച് പറയാന്ന് വെച്ചാ പ്രശ്നം ഇതായി പോയില്ലേ? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതെ അതെ, വെടിമരുന്നും തീപ്പെട്ടിയും ഒരിടത്തൊരുമിച്ച്. ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിച്ച് പറയാം. തോമസിനെ. എന്നതാ അച്ചായ? ഒന്നുമില്ല, നീ കിടന്നോ. ഹലോ, SP തോമസ് മാത്യു ഹിയർ. എന്നാ കുഞ്ചറിയാച്ചേ ഈ നേരത്ത്? ഞാൻ അന്വേഷിപ്പിക്കാം. എടാ, ഇത് നമ്മുടെ കുടുംബത്തിന്റെ മാനം കപ്പലേറുന്ന കാര്യമാ. നീ ആ ഹോട്ടലുകളിലൊക്കെ ഒന്ന് തപ്പിക്ക്. പറ്റിയ രാത്രി തന്നെ രണ്ടിനെയും പൊക്കണം. ആ പെണ്ണിന്റെ തന്ത ആളെയും കൂട്ടി വന്നിരിക്കുക. കുഞ്ചറിയാച്ചനൊന്നും വിഷമിക്കാതിരിക്കേ, നേരം വെളുക്കുമ്പോഴേക്കും പരിഹാരം ഉണ്ടാക്കാം. പേടിക്കാൻ ഒന്നുമില്ല, കാര്യങ്ങളൊക്കെ ഓക്കെയാ. വെട്ടം വീഴുന്നതിന് മുമ്പ് ഈ ഭൂമി മലയാളത്തിൽ എവിടെ ഉണ്ടെങ്കിലും അവരെ തപ്പിപ്പൊക്കി ഇവിടെ എത്തിക്കും. നിങ്ങൾ സമാധാനമായിട്ട് പോയാട്ടെ. ഇതിനിടയ്ക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാ ഞാൻ ശേഖരൻ സാറിന്റെ വീട്ടിലോട്ട് വന്നേക്കാം. മക്കളെ കൊണ്ട് ഒരു ഉപകാരവും വേണ്ട, അതൊട്ട് പ്രതീക്ഷിക്കുന്നുമില്ല. പെണ്ണ് കേസിന് പോലീസ് സ്റ്റേഷന്റെ വരാന്തേ കയറുകയെന്ന് വെച്ചാ, അല്ല, ഇവനെ പറ്റി ഇതിനു മുമ്പ് ഒരു പരാതി ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നാ പിന്നെ സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങിയാട്ടെ. ഒന്നുമില്ലല്ലോ, നമ്മുടെ കൊച്ചന്റെ കൂടെ അല്ലയോ പോയിരിക്കുന്നത്. എന്താ പോയി കുളിക്കടാ. ഇതൊന്നും കഴിഞ്ഞില്ല, പ്ലീസ് പ്ലീസ്. എന്റെ മച്ചമ്പി ഇത് എത്ര നേരമാടാ തുടങ്ങിയിട്ട്? ആ പെങ്കൊച്ചിനെ ചെവി അടിച്ചു പോടാ. ഒന്ന് പോടേ. ഹരിയ, അവന് അസൂയ. അതോ, അങ്ങോട്ട് ചെന്നാ മതി. പെണ്ണിന് ആങ്ങളമാർ 5 എണ്ണമാ. അച്ഛൻ റിട്ടയർഡ് SP. കല്യാണത്തിന് മുമ്പ് ഒരു ഫോൺ അങ്ങോട്ട് ചെന്നാ പോലീസ് ഏമാനം ഇവന്റെ എല്ലാവരും. ഒരു മിനിറ്റ് കൊടുക്കാം. ഹലോ പാർവതി മാഡം, എനിക്ക് അസൂയല്ല, സഹതാപമാണ്. കൊല്ലം 3-4 ഇതിങ്ങനെ തുടങ്ങിയിട്ട്. ഉണ്ട്, വിളിക്കാറുണ്ട്. ഞങ്ങള് നിങ്ങളെ പോലെ ലവ് ബേർഡ്സ് അല്ലല്ലോ. ബ്രോക്കർ കൃഷ്ണൻകുട്ടി ചേട്ടനും അമ്മയും കൂടെ പോയി പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, തീരുമാനിച്ചു. വധുവിനെ കാണാതെ കല്യാണം ഉറപ്പിച്ച അപൂർവം വരന്മാരിൽ ഒരാളാണ് ഹരികൃഷ്ണൻ. 30 വർഷം വിമൻസ് കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന അമ്മയുടെ സെലക്ഷൻ തെറ്റുവോ? കൊള്ളാം, നല്ലൂട്ടിയാ. അതെ, അതിന്റെ ഒരു ത്രില്ലിലാണ്. ജനുവരി 10-ാം തീയതി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച്. ഞാനും അമ്മയും വരുന്നുണ്ട്, കല്യാണം വിളിക്കാം. ഹരി, അവിടെ രാജുവിനെ ആരും അടിക്കുന്നു, വേഗം വാ. എന്താ പ്രശ്നം? നിങ്ങളോട് ചോദിച്ചോക്കടോ. കെട്ടിയോളും കുട്ടികളായിട്ട് ഈ നാട്ടിൽ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ലേ? രാജീവൻ, നിന്നോട് ഞാൻ പുറപ്പെട്ടപ്പോഴേ പറഞ്ഞതാ, ആവശ്യമില്ലാത്ത ഏടാകോടത്തിൽ ഒന്നും ചെന്ന് ചാടരുതെന്ന്. ഞാനതിനൊന്നും ചെയ്തില്ല, ഞാൻ ചുമ്മാ ചോദിച്ചോളൂ കൂടെയുള്ളത് ഭാര്യ തന്നെയാണോന്ന്. മാന്യന്മാർക്ക് ഇവിടെ ഫാമിലി ആയിട്ട് താമസിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ? പിന്നെ നിന്നെ എനിക്ക് അറിയാവടാ, നിനക്ക് എത്ര ഭാര്യമാരെന്ന് പറയാം. എടാ, ഇവ മാമയുടെ ഹരി, മാമ. നിക്കണോടാ, സോറി മാഡം, ഹസ്ബൻഡ് കുറച്ച് ഓവറാണ്. ഒന്ന് ഇറങ്ങിയിട്ട് വെളി വിട്ടാൽ മതി. സോറി.
പൊന്നു സാറേ, ഈ പിള്ളേരുടെ പോക്ക് കാണുമ്പോ എന്റെ നിറുകന്തല പെരുക്കുക. പാപ്പച്ചി വിട്ട പോലീസുകാർക്ക് ഇച്ചിരി പോലും തെറ്റിപ്പോയി. അല്ലെങ്കിൽ രണ്ടിനെയും കൈയോടെ പിടിക്കാമായിരുന്നു. എറണാകുളത്തും കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലുള്ള ഹോട്ടൽ മുഴുവൻ അവർ തപ്പി. പക്ഷെ പിള്ളേര് തിരുവല്ലായിലായിരുന്നു. വെളുക്കണേന് മുമ്പ് അവിടുന്ന് മുങ്ങി. തിരുവനന്തപുരത്തിനാണോ ഊട്ടിക്കാണോ കോഴിക്കോട്ടേക്കാണോ എന്ന സംശയത്തിലാ പോലീസുകാർ. മറ്റ് സ്റ്റേഷനുകളിലേക്കും വിളിച്ച് പറയാനൊക്കത്തില്ലല്ലോ. ഇങ്ങോട്ട് നോക്കിയേ, സാമുവൽ സാറ് ഞെളിവരി കൊള്ളണ്ട. ഈ കുഞ്ചെറിയ തറവാടിയാ. നമ്മൾ ഈ പ്രശ്നം സോൾവ് ചെയ്തിരിക്കും. ഇല്ലയോ സാറേ? ഇങ്ങൊന്നേ സാറിന് വന്നേ സാറേ, ഒരു കാര്യം പറയട്ടെ. ഇങ്ങൊന്നേ. അതെ, കയ്യിൽ കാശ് തീരുമ്പോ രണ്ടും ഇങ്ങ് തിരിച്ചു വന്നോളും. പിന്നെ ഒന്നും നോക്കണ്ട, രണ്ടിനെയും പിടിച്ചങ്ങ് കെട്ടിക്കാം. തറവാട്ടുകാർ ചിലര് മുറിവുറുപ്പുണ്ടാക്കും. തണ്ടിയും തരവും നോക്കുമ്പോ രണ്ടും രണ്ട് തട്ടിലാണല്ലോ. ഏത് പണവശമാണെങ്കിലും ശരി, സമുദായവശമാണെങ്കിലും ശരി. തോന്നിയാസം കാണിച്ചതും പോരാ, കാശും സമുദായം നോക്കണമെന്ന് വെച്ചാ ആളും ആഘോഷവും ഒന്നും വേണ്ട. ഞങ്ങളുടെ പള്ളി കെട്ടിക്കേറുന്നത് കൊണ്ട് സാമുവൽ സാറിന് വിരോധമൊന്നുമില്ലല്ലോ. അതൊന്നും സാരമില്ല, എവിടെ വെച്ചായാലും ഭംഗിയായിട്ട് നടന്നാ മതി. അതാണ്ട് അത്രേ ഉള്ളൂ. പിന്നെ പിള്ളേര് മുങ്ങിയിരിക്കുന്ന കാര്യം ഇപ്പൊ പുറത്തു പറയണ്ട. പള്ളിക്കൂടംകാരോട് എന്തെങ്കിലും ധീരമായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. നാട്ടുകാർ ചോദിച്ചാൽ അതിന്റെ ഏനത്തിൽ എന്തെങ്കിലും കാച്ചിയേര്. വേണമെങ്കിൽ പോലീസുകാരെ വിളിച്ച് പറഞ്ഞാ രായ്ക്ക് രമൻ രണ്ടിനും തപ്പിയെടുത്ത് കൊണ്ടുവരും. പിന്നെ പത്രക്കാരായി നാട്ടുകാരായി മാനം കപ്പലേറാൻ പിന്നെ എന്നാ വേണം? പാപ്പച്ചിയും പറഞ്ഞ അത് തന്നെയാ. ഇളയമ്മയുടെ മോനെ കോട്ടയം SP. എന്നാ പിന്നെ കുഞ്ചെറിയ അങ്ങോട്ട്. ഓ ഞാൻ കയറുന്നില്ല മക്കളെ, പിന്നീടാവാം. എന്നതായാലും നമ്മൾ ബന്ധുക്കളാവാൻ പോവല്ലയോ. ആ എടാ പാപ്പിയേ, എടാ ഉവ്വേ, അതിങ്ങ് എടുത്തേര്. തിരുവല്ലായിലെ ഹോട്ടൽ മുറിയിലെ പെങ്കോ ചിട്ടേച്ച് പോയതാ. സ്ലേറ്റും പുസ്തകവും വെച്ചാട്ടെ. ആ വെച്ചാട്ടെ. ഷെലി, ഷെലി ഞാൻ പോട്ടെ. ഈ നേരത്ത് വീട്ടിൽ വന്ന് ഉണ്ടാവില്ലെന്നറിയാം, അതാ ഇങ്ങോട്ട് വന്നേ. ഇതെന്റെ കസിനാ ഷിജു. ഹായ്. എന്നാ പിന്നെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. നീ നിന്റെ ഫുഡ്ബിയെ വീട്ടിൽ കൊണ്ടാക്കിട്ട് വാ. ഇനിയിപ്പോ ഒളിച്ചും പാത്തൊന്നും വേണ്ടല്ലോ. എന്നാ പോവല്ലേ? അയ്യോ വേണ്ട, ഞാൻ നടന്നു പോയിക്കൊള്ളാം. ഇന്നലെ ബോംബെയിലുള്ള ഇളയമ്മ വിളിച്ചായിരുന്നു. ഷേളിയുടെ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കണമെന്ന് ഇളയമ്മയ്ക്ക് ഒരേ നിർബന്ധം. ആൻഡ്രൂസിന്റെ ഐലൻഡ് ഒരു ഫോട്ടോ ഉണ്ടല്ലോ. അത് ഇലന്തൂരിലെ പെങ്ങൾ വന്നപ്പോ കൊണ്ടുപോയി. കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്ക് ഇളയമ്മ ഷേർലിക്ക് ഒരു ജോലി ശരിയാക്കി വെക്കാന്നാ പറയുന്നത്. ഈ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലി ഷേർലിക്ക് ഇഷ്ടമാണോ? എടാ വിളിച്ചു കയറ്റി കൊണ്ടുപോടാൻ നേരം കളയാതെ. വേണ്ട, പപ്പയുള്ളപ്പോ ഒരു ദിവസം വീട്ടിലോട്ട് വാ, ഫോട്ടോ തരാം. ഇപ്പൊ ഞാൻ നടക്കട്ടെ. ഒരു ദുരന്തത്തിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങുന്നത്. ഇനിയും ഒരു തിരിച്ചറിവ് ഉണ്ടായില്ലെങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ കൂടുതലായിരിക്കും. 33% സ്ത്രീ സംവരണം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് നിഷേധിച്ച് പിടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സതിയുടെയും ശീലാവതിയുടെയും സീതാദേവിയുടെയും ചിത്രങ്ങൾ കാണിച്ച് വോട്ട് തട്ടിയെടുത്തവരാണ് സുഹൃത്തുക്കളെ. പൈതൃകമായ സംസ്കാരത്തിന്റെ പേരിൽ അഭിമാനിക്കുന്നവർ തന്നെയാണ് ഞാനും നിങ്ങളുമൊക്കെ. പക്ഷേ കാട്ടുനീതികളും അനാചാരങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കഴിയുമോ? ഇല്ല. പാശ്ചാത്യ രാജ്യങ്ങളിൽ വ്യവസായ വിപ്ലവം. എനിക്ക് വയ്യ, എനിക്ക് തീരെ വയ്യ. എനിക്കതിന് മനസ്സ് വരുന്നില്ല കഴിക്കാൻ. 4 ദിവസമായി പിള്ളേര് അവരാരും കഴിച്ചിട്ടില്ല. 4 ദിവസം? നിങ്ങളിത് എന്ത് ഭാവിച്ച? എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുക.
കുടുംബത്തോടെ പട്ടിണി കിടന്നാൽ അത് അറിഞ്ഞിട്ട് ഡിസംബർ ഉടനെ തിരിച്ചു വരൂ. അങ്ങനെ വല്ല മായാജാലും അറിയാമെങ്കിൽ ഞാനിവിടെ പട്ടിണി കിടക്കാം. ഇതങ്ങോട്ട് വാങ്ങിച്ച് അരി സാധനങ്ങൾ വാ, വേഗം കാലമാക്കും. ഞാനും ഇന്ന് ഇവിടുന്ന് ഊണ് കഴിച്ചിട്ടേ പോന്നുള്ളൂ. മോളെ, ദൈവത്തിന്റെ സ്ഥാനം നൽകി നിങ്ങൾ യേശുവിനെ ഭജിക്കുന്നു. ഞാനും കുടുംബവും അതേ സ്ഥാനത്ത് രാമനെയും കൃഷ്ണനെയും വെച്ച് ആരാധിക്കുന്നു. നമ്മൾ ആരെയും കൊള്ളയടിക്കാനോ കൊല്ലാനോ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ കടുത്ത ശിക്ഷയൊന്നും ദൈവം നമുക്ക് തരില്ല. ഡിസമ്മ അവളുടേതായ ഒരു തീരുമാനം എടുത്തു. അത് നല്ലതിനാണെന്ന് വിചാരിക്കുക. ഇനി അങ്ങനെ അല്ലെങ്കിൽ അത് അവളുടെ വിധി. വിധിയെ തടുക്കാൻ നമ്മൾ പട്ടി കിടന്നുകൊണ്ടാവൂ? വിശക്കുന്നു, വേഗം ആവട്ടെ. ചെല്ല്. താൻ പോയി കുപ്പായൊക്കെ ഒന്ന് ഒരുപാട്. വീട്ടിലൊരു വിരുന്നേരം വന്നാൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്? പത്രം തുറന്നാ മന്ത്രിമാര് 10 ലക്ഷം മോഷ്ടിച്ചു, 50 ലക്ഷം മോഷ്ടിച്ചു എന്ന് മാത്രമേ കാണാനുള്ളൂ. അവരൊന്നും ആരും സസ്പെൻഡ് ചെയ്യുന്നില്ല, എൻക്വയറി നടത്തണില്ല. പാവപ്പെട്ട ഈ അത്തപ്പാടി ജോണിക്കുട്ടി ലീക്കായ ഒരു ബാറ്ററി എടുത്ത് വിറ്റപ്പോ അത് മോഷണമായി, എൻക്വയറി ആയി, സസ്പെൻഷനായി. ഭരണം ഒന്ന് മാറട്ടെ. എന്നെ സസ്പെൻഡ് ചെയ്ത എല്ലാത്തിനും ഞാൻ അട്ടപ്പാടിയിലേക്ക് കട്ടും. ഇത്തിരി കറിയും കൂടി ഇങ്ങ് ഒഴിച്ചേടി. നിന്റെ വറുത്തരച്ച കറിയുടെ ക്വാളിറ്റി ഒന്നും ഇല്ലട്ടാ ഈ ചാറിന്. സസ്പെൻഷനിൽ നിൽക്കണ ഒരു ഡിപ്പാർട്ട്മെന്റ് ഡ്രൈവർക്ക് ഇത്രയൊക്കെ മതി എന്നായിരിക്കുമല്ലേ? നീ പറഞ്ഞില്ലേ ഞാൻ മദ്യപിച്ച് മതോന്മത്തനായിട്ട് നടക്കാണെന്ന്? 3 ദിവസമായി ഞാൻ മദ്യപിച്ചിട്ട്, 3 days. എന്റെ ഓർമ്മയിൽ ഞാൻ 3 ദിവസം കഴിക്കാതിരുന്നത് പണ്ട് എനിക്കും മുണ്ടുനീര് വന്ന് കിടന്നപ്പോഴാ. എന്റെ വിഷമം ആര് കാണാനാ? നീയും എന്നെ മനസ്സിലാക്കണ്ട. നിങ്ങൾ വേഷം കെട്ട് മതിയേക്ക് ചോറ് വന്നിട്ട് പോവാൻ നോക്കി. എന്റെ നിലയും വിലയും വെച്ച് നോക്കുമ്പോ ഞാനിങ്ങനെ സസ്പെൻഷനിൽ നിൽക്കേണ്ടവനല്ല. അല്ലെങ്കിൽ തന്നെ സസ്പെൻഷൻ ഇന്നൊരു നാളെ പോവും. പക്ഷെ മനുഷ്യന്മാരെന്നും മനുഷ്യന്മാരായിരിക്കണം. മനുഷ്യന്മാരെ മനസ്സിലാക്കണം. എന്റെ ജോണി ചായ, നിങ്ങളൊന്ന് വേഗം കഴിച്ചേ. പപ്പയൊന്നും കഴിച്ചിട്ടില്ല. ഷേളി പോയി പപ്പയെ വിളിക്ക്. ഞാൻ വേഗം തിന്ന് തൊണ്ടേ കുരുങ്ങി ചത്ത. നിനക്ക് വേറെ കെട്ടാനല്ലേ? ഞാൻ പതുക്കെ തിന്നുള്ളൂ. പപ്പ കഴിക്കാൻ വാ. നിങ്ങൾ കഴിച്ചോ, ഞാൻ വന്നോളാം. പപ്പ വന്നിട്ടേ ഞങ്ങൾ കഴിക്കുന്നുള്ളൂ. പപ്പ പറഞ്ഞേക്ക്, മക്കൾ കഴിച്ചോ. പപ്പ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. മോളിങ് വന്നേ. ഈ ലിസമോക്ക് പപ്പയോട് വെറുപ്പായിരുന്നു. എന്നാ പപ്പ ഇത്? പപ്പയുടെ ഭാഗത്ത് കുഴപ്പങ്ങളുണ്ട്. മോളെ ഡോക്ടറാക്കാനുള്ള മോഹം മനസ്സിൽ വെച്ച് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒത്തിരി കഷ്ടപ്പെടുത്തി. വെളുപ്പാൻ കാലത്ത് വിളിച്ചുകൊണ്ട് പഠിപ്പിച്ച് മാർക്ക് കുറഞ്ഞപ്പോൾ ചീത്ത പറഞ്ഞു. എല്ലാത്തിനും കാരണക്കാരത്തി ഇവളാ ലിലിക്കുട്ടി, നിങ്ങളുടെ അമ്മ. നടപ്പിലാക്കാൻ റാണിയില്ലാത്ത മോഹങ്ങൾ തന്നിട്ട് അവളങ്ങ് പോയി. നീന്തൽ അറിയാത്തവൻ നടുക്കറിൽ പെട്ടതുപോലെ ഞാനിവിടെ കിടന്ന് മരണപ്രാളം കാണിക്കുക. അവൾക്ക് ഒന്നും അറിയണ്ടല്ലോ. നീയും ട്രീസയും കുഞ്ഞുനാളിലെ പഠിക്കാൻ വണ്ടികളായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ പപ്പക്ക് മോഹഭംഗമില്ല. പക്ഷെ വിസമ്മതല്ല. അവള് പപ്പയെ കൊതിപ്പിച്ചു, വെച്ചുനേറ്റ് പിൻവലിച്ച് ചതിച്ചു. പപ്പ എന്നാ ഇത്? അപ്പുറത്ത് ചോണിച്ചായനൊന്നും അറിഞ്ഞിട്ടില്ല. ഡിസമ്മ എന്തെന്ന് ചോദിച്ചപ്പോ ഞങ്ങള് ദേവകാന്റിയുടെ വീട്ടിൽ പോയേക്കോന്നാ പറഞ്ഞേക്കുന്നത്. മക്കൾ പോയി കഴിച്ചോ, പപ്പ വന്നോളാം.
ചായ. മാഡം ചായ. സാറിനെ കാണാൻ പുറത്താരോ വന്നിരിക്കുന്നു. ചേട്ടാ, ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ബോംബെയിലായിരുന്നു. ഞാൻ മാത്രമല്ല, എന്റെ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഇന്ന് കാലത്ത് വന്നപ്പോഴല്ലേ ഇവിടെ നടന്ന തൊന്തരമൊക്കെ അറിയുന്നത്. ഞാനില്ലാത്ത നേരത്തെ ഇയാൾ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്റെ അപ്പച്ചനോടും അമ്മച്ചോടും പറഞ്ഞേക്കുവാ ഇയാളുടെ മോളെ ഞാൻ തട്ടിക്കൊണ്ടുപോയെന്ന്. ടോമിച്ചൻ ഡിസമ്മയ്ക്ക് കൊടുത്ത എഴുത്തുകൾ ഞാനും കണ്ടതാ. ഒരു ബന്ധുവില്ലാത്ത ഒരു പെണ്ണിന് ആരെങ്കിലും പ്രേമലേഖനം കൊടുക്കും? അതിപ്പോ ആമ്പിള്ളേരാകുമ്പോ പെമ്പിള്ളേർക്ക് ഒരു കത്തൊക്കെ കൊടുത്തെന്നൊക്കെ ഇരിക്കും. എന്നും കണ്ട ഐറ്റങ്ങൾ അടിച്ചോണ്ട് മുങ്ങ. എടാ, അഥവാ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പ പ്രതിഫലം പറ്റിയിട്ടുണ്ടാവും വന്നോളുമാര്. താനാള് കൊള്ളാമല്ലോടോ. മോക്കൊണ്ടെന്നൊരു ആലോചന. പോയാൽ ഒരു വാക്ക് കിട്ടിയാലോ. പുളിയാങ്കുന്നിലെ കുഞ്ചറിയാച്ചന്റെ മോൻ. മോള് പോയിട്ടുണ്ടെങ്കിലേ അടിച്ച് പറിക്കണം. ഈ വാഴച്ചുണ്ട് പൊട്ടുമ്പോ ഫാക്ടം ബോസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൂക്കി തൂക്കി കൊടുക്കണം. പിന്നെ ഈ കൊലയൊക്കെ വളർന്നു വന്ന് താഴെ മുട്ടും. അതങ്ങ് വിട്ടേക്ക്, അല്ലെങ്കിൽ ചെകിട് പൊട്ടും. ജോണി ചായം വരുന്നത് അറിഞ്ഞ് പപ്പ കാലത്ത് പടല എണ്ണി വെച്ചിട്ട് പോയതാ. പപ്പ എണ്ണിന്ന് പറഞ്ഞ് എനിക്ക് എണ്ണിക്കൂടെ? ഇതാ നിന്റെ കുഴപ്പം. ചുമ്മാ തെറ്റിദ്ധരിക്കും. സമയദോഷം കൊണ്ടാ. അല്ലെങ്കിൽ എത്രയോ ബാറ്ററി എത്രയോ സർക്കാർ ഡ്രൈവർമാർ അടിച്ചു മാറ്റി വിൽക്കുന്നു. പിടിക്കുന്നുണ്ടോ? ഇല്ല. കുഞ്ചുക്കണി ഞാൻ പറഞ്ഞത് അച്ചട്ടാ. അല്ല, നമ്മുടെ സഭാ നിയമപ്രകാരം ചെയ്യാൻ പാടില്ലാത്തതാ. നീ എന്നോട് പൊറുക്കണം. എന്നാത്തിനാ? നീ പുറത്തുനിന്ന് വാക്ക് തന്നാലേ ഞാൻ പറയത്തുള്ളൂ. എന്താന്ന് വെച്ച കാര്യം പറയണ്ടേ ചായ? നമുക്ക് കഷ്ടകാല. ഓ, അതിപ്പോ നിങ്ങൾ കെട്ടിയപ്പോലെ തുടങ്ങിയതല്ലേ? നീ തമാശ കള ട്രീസേ. തമാശ കളയാൻ എന്താ? സഭക്കാരറിയരുത്. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ സമയം ഒന്ന് നോക്കിച്ചു. കുഞ്ചുക്കണിയന്റെ അടുത്തേ വ്യാഴം ഒന്ന് മാറിയാൽ രക്ഷപ്പെടുന്ന അയാൾ പറയണത്. ഒരു 3000 രൂപ മുടക്കിയാ വേഴത്തെ ഈസി ആയിട്ട് മാറ്റാം. നീ ഒരു 3000 രൂപ സംഘടിപ്പിച്ചാടി നമ്മുടെ കഷ്ടകാലം ഞാൻ മാറ്റിത്തരാം. തേടി നിങ്ങളുടെ പപ്പായ താണ്ട് താങ്ങി പിടിച്ചോണ്ട് വന്നേ. നമ്മുടെ പപ്പ പുള്ളിക്കാരൻ എന്ന് തുടങ്ങി. പപ്പ എന്ന് ഇങ്ങനെ തന്നെയാണോ? എന്നാ പപ്പ പറ്റിയത്? അങ്കിളെ, പപ്പയ്ക്ക് എന്നാ പറ്റിയത്? കരഞ്ഞ് ബഹളം ഉണ്ടാക്കാതെ. പപ്പയ്ക്ക് ഒരു കുഴപ്പമില്ല. അമ്പിനിക്കൊരാളെ. അങ്കിളെ, ഒരു ഡോക്ടറെ വിളിക്ക്. പപ്പ എന്നെ പപ്പ കുടിക്കാൻ വേണ്ടേ? മോരുണ്ടെങ്കിൽ ഇത്തിരി കൊടുക്കടി. ഞാനിങ്ങനെ ഓറാവുമ്പോഴേ ഇത്തിരി മോരോ തൈരെടുത്ത് കുടിക്കും. ശീലയില്ലാത്തത് കൊണ്ടാണേ. കഴിക്കോ? മോരുണ്ട് അവിടെ? അല്ല ശേഖരൻ നായർ സാറേ, എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക. പെൺകുട്ടിയെ കാണാതായിട്ട് 1.5 ആഴ്ച കഴിഞ്ഞു എന്ന് പറയുന്നു. ഇതുവരെ നിങ്ങൾ പോലീസിൽ പരാതി തന്നിട്ടില്ല, അന്വേഷിച്ചിട്ടുമില്ല. ഇടയ്ക്കൊക്കെ ഈ കൊച്ച് ഇങ്ങനെ വീട് വിട്ട് പോകാറുണ്ടോ? ഉണ്ടോടോ? സാറേ, കുഞ്ചറിയുടെ മകന്റെ കൂടെ പോയെന്നാ കരുതിയിരുന്നത്. തിരിച്ചെത്തി അവരുടെ വിവാഹം നടത്തി കൊടുക്കാമെന്ന് കുഞ്ചറിയെ വാക്ക് തന്നതുമാണ്. ഈ സാഹചര്യത്തിൽ പുറത്തറിയിക്കേണ്ടെന്ന് അയാൾ തന്നെ പറഞ്ഞത്. ഈ കുഞ്ചറിയുടെ മോൻ തന്നെയല്ലേ പറഞ്ഞേക്കുന്നത് അവന്റെ കൂടെ പെണ്ണ് പോയിട്ടില്ലാന്ന്? കുറഞ്ഞ പക്ഷം സ്കൂൾ അധികൃതരിലും അറിയിക്കേണ്ടതല്ലേ? സ്കൂളിൽ പറഞ്ഞിരിക്കുന്നത് കുട്ടിക്ക് സുഖമില്ലാണ്ടായി കിടപ്പിലാണെന്നാണ്. ഈ രീതിയിൽ ഈ കേസ് കോടതിയിലെത്തിയാൽ സമാധാനം പറയേണ്ടി വരുന്നത് പെണ്ണിന്റെ അച്ഛൻ തന്നെ ആയിരിക്കും. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് 15 ദിവസം ആരാണ്ടും പറഞ്ഞ വാക്കും വിശ്വസിച്ച് മാനത്തേക്ക് നോക്കി ഇരുന്നു എന്ന് പറഞ്ഞ സാറേ, കുട്ടിയെ കാണാതായെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പരാതി തരേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങള് അയാളുടെ വാക്ക് വിശ്വസിച്ചിരുന്നു പോയി. ഒരു റിട്ടൺ കംപ്ലൈന്റ് ഇതാ, ഞങ്ങൾ അന്വേഷിക്കാം. എന്നാ ഇത്? പന്ന കഴിവറടാ മോനെ. വെച്ചേക്കത്തില്ല നിന്നെ ഞാൻ. തോന്നിയ ദിവസം കാണിച്ചു അപ്പം കാശുമായിട്ട് പിന്നാലെ ഇറങ്ങിക്കോളാൻ. എന്റെ 5 കാശ് ഇക്കാലത്തിൽ ഞാൻ ഇറക്കത്തില്ല. വിടന്ന് കുഞ്ചറിയാച്ച ക്ഷമ ആട്ടും സൂപ്പിന്റെ പരം തരുമെന്ന പറഞ്ഞോളൂ പാപ്പിച്ചായ. അപ്പനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വകതിരിവ് വേണം. എണ്ണം കെട്ടവനെ, നിന്റെ 6ാം വാരി നോക്കി നന്നല്ലോ. ഒരു തട്ടുകേട് വന്നു. ഇനി അതങ്ങനെ പരിഹരിക്കാൻ നോക്കുന്നതിന് പകരം തട്ടുകേട്. കേസിൽ നൂരാൻ കാശ് എത്ര വേണമെന്ന് അറിയാവോ? വകുപ്പ് മറ്റേതാ. അല്ലേടാ പാപ്പച്ചി? കുടുംബോടാവേ. വകുപ്പിന്റെ കാര്യം ഓർത്തൊന്നും നിങ്ങൾ ആദ്യം കേട്ടണ്ട.
കാശ് എവിടെ എറിയണമെന്ന് ഞാൻ പറയും, എറിഞ്ഞാ മതി. ആദ്യം പെണ്ണിനെയും കൊണ്ട് ഇവൻ മുങ്ങിയ ദിവസം ഇവൻ ഏതെങ്കിലും സർക്കാർ ഓഫീസിലുണ്ടായിരുന്നു എന്ന് നമുക്ക് തെളിയിക്കണം. അത് നമുക്ക് തെളിയിക്കാം. ആകെ മൊത്തം കാശ് എത്ര വേണ്ടി വരും പാപ്പച്ചി? പെണ്ണിന് വയസ്സ് 16 ഉറപ്പല്ലേ? അതെ, 16. ആ, ഒരു 5 ലക്ഷം കരുതിക്കും. ഒരു 2 വയസ്സ് കൂടുതലായിരുന്നെങ്കിൽ 1.5 ലക്ഷത്തിൽ ഒതുക്കായിരുന്നു. ഇപ്പൊ പഴയതൊന്നും അല്ല കുഞ്ചറിയാച്ചാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനും ഒന്നി കുറഞ്ഞ കാശ് കൈകൊണ്ട് പറഞ്ഞില്ല. ആ, മിസ്റ്റർ ഹരികൃഷ്ണൻ, അത് ഞാനാണ്. ഏലപ്പാറ പെൺകുട്ടി മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാൻ വന്നാണ്. പ്ലീസ് കോപ്പറേറ്റ്. ബാറ്ററിയുടെ തുമ്പെല്ലാം കിട്ടിയ ഇവിടെ ആരുമില്ലേ? എന്നാ സാറേ? സാമുവൽ സാറില്ലേ? ഇല്ല, അവര് തിരുവനന്തപുരത്തിന് പോയേക്കുവാ. സാമുൽ സാർ വന്ന അവനെ സ്റ്റേഷനിലേക്ക് വരാൻ പറയണം. ആരാ വന്നത്? പോലീസുകാരാ പപ്പയെ തിരക്കി. അപ്പൊ എന്നെ വിളിക്കായിരുന്നില്ലേ? ആണൊരുത്തൻ ഇതിന്റെ അകത്തില്ലേ? പോയ അവര്. കർത്താവേ, ഓരോരോ പരീക്ഷണങ്ങളെ. ഇരിക്കൂ. കോട്ടയം SP ഓഫീസിൽ നിന്നൊരു കോൾ വന്നിരുന്നു. ഇന്നലെ രാത്രി പന്തളത്ത് വെച്ചൊരു പെൺകുട്ടി അറസ്റ്റ് ചെയ്തു. ഒപ്പം 2 പേര് കൂടി ഉണ്ടായിരുന്നു. ഒരു രാജമ്മ, പിന്നെ ഒരു മണിയപ്പൻ. ഈ രാജമ്മയും മണിയപ്പനും ഞങ്ങൾ പോലീസുകാരുടെ ലിസ്റ്റിൽപ്പെട്ട കക്ഷികളാ. ഇതിനു മുമ്പും പല കേസുകളിലും പിടിക്കപ്പെട്ടിട്ടുണ്ട്. പല കൈമാറിയാണ് കുട്ടി ഇവരുടെ കയ്യിൽപ്പെട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം. പെൺകുട്ടിയെ മിസ്യൂസ് ചെയ്ത 40ഓളം ആൾക്കാരുടെ ഡീറ്റെയിൽസ് കുട്ടി തന്നെ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞു. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടി ലിസമ്മ തന്നെ ആണോ സാറേ? കുട്ടി ഇപ്പോൾ കോട്ടയത്തൊരു റെസ്ക്യൂ ഹോമിലാണ്. നിങ്ങൾ ഉടനെ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ കൊടുക്കും. ഇറങ്ങി വാടി, ഞങ്ങളൊന്ന് കാണട്ടെ. ഞങ്ങളൊന്ന് കണ്ടാൽ എന്താ കുഴപ്പം? ഇറങ്ങി വാടി, ഇറങ്ങി വിടവളെ. ഒത്തിരി പേര് കണ്ടതല്ലേ, ഞങ്ങളെ കൂടെ ഒന്ന് കാണണ്ടേ? നല്ലല്ലോ, ഇവിടെ തന്നാതിരിക്കും. മന്ത്രിമാരൊക്കെ വരുമെന്നാ കേട്ടത്. സിനിമാടന്മാര് വരുമോ? 1-2 സീരിയലുകാർ വന്നായിരുന്നു.
ആരാ നിനക്ക് അവളെ പരിചയപ്പെടുത്തുന്നത്? ഞങ്ങൾക്ക് ആരും പരിചയപ്പെടുത്തി തന്നില്ല സർ. പിന്നെ നീ സ്വയം പരിചയപ്പെട്ടാണോ? അലക്സ്, ഹരിക്കും രാജീവിനും ഒക്കെ ഒരു അബദ്ധം പറ്റി. നിങ്ങളുടെ പ്രായത്തിൽ ആർക്ക് സംഭവിക്കാവുന്ന ഒരു തെറ്റ് നിങ്ങൾക്കും ഇല്ല സർ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിട്ടില്ല. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ നിരപരാധികളാണ്. നിങ്ങൾ മറ്റാരെയും രക്ഷിക്കാൻ വേണ്ടി അലക്സേ, ഇവനോടല്ല ലവനോട് ചോദിക്കും. ലവൻ പറയും കാര്യങ്ങൾ. പറയടാ, ഇവനെ നീ എവിടെ വെച്ചാ പരിചയപ്പെട്ടത്? എത്ര രൂപ തന്നു? എന്നാ വകയിലാ കാശ് തന്നത്? പറയടാ, പറയാൻ. ഇയാൾ എന്നെ മുറിയിൽ വെച്ച് പരിചയപ്പെട്ടായിരുന്നു. എന്റെ ഒപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തി കൊടുത്ത എനിക്ക് 5000 രൂപ തരാന്ന് പറഞ്ഞു. എന്നിട്ട് പരിചയപ്പെടുത്തി കൊടുത്തോ? പറഞ്ഞ രൂപ തന്നോ? ഇല്ല, അതിന്റെ പേരിലാണ് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത്. കള്ളം പറഞ്ഞോടാ. മതി 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 മതി. താനിങ്ങൊന്നേ പറയട്ടെ. ഇരിക്കെ. താൻ ചെന്ന ടോമിയെ കൂട്ടിട്ട് വാ. ഇയാളുടെ മകൻ ടോമി പ്രശ്നമുണ്ടായ ദിവസം പകൽ സമയം മുഴുവൻ ആർടി ഓഫീസിൽ നടന്ന ബസ് ഓണേഴ്സിന്റെ യോഗത്തിൽ പങ്കെടുത്തിരുന്നതായി പറയുന്നുണ്ടല്ലോ. ഇത് ആർടി ഓഫീസിലെ രജിസ്ട്രാ. പിന്നെ എങ്ങനെയാണോ ഈ കേസിന്റെ പേരിൽ ടോമി അറസ്റ്റ് ചെയ്യുന്നത്? പെൺകുട്ടി ആദ്യം പറഞ്ഞ പേര് ടോമിയുടെയാണ് സർ. എടോ, അത് ഇവിടെ പോലുള്ള എണ്ണങ്കട്ടോളുമാര് പിടിക്കുമ്പോ പുളിങ്കൊമ്പിലെ പിടിക്കൂ. പോയാ ഒരു വാക്ക് കിട്ടിയാൽ നല്ലൊരു തുക. താൻ അവനെ വിട് സർ. അത് താൻ പറയുന്ന കേട്ടാ മതി. ഈ പെണ്ണല്ലാതെ മറ്റാരെങ്കിലും എന്റെ പേര് പറയുന്നുണ്ടോ? തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിന്റെ പേരിലാണ് ഇവനെ അറസ്റ്റ് ചെയ്യുന്നത്? ഞാനങ്ങ് വിട്. ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ ഏറ്റു. ഇരട്ടിപ്പാറയെന്ന് പിന്നെ നീ ആ പെണ്ണിനെ അങ്ങോട്ട് എങ്ങോട്ടാടാ പോയത്? സത്യമേ പറയാവൂ. കള്ളം പറഞ്ഞാൽ നിന്നെ കൊന്ന് ഞാൻ ഇതിനകത്ത് കെട്ടിത്തൂക്കും. എങ്ങോട്ടാടാ പോയത്? കോട്ടയത്തിന്. അവിടെ വെച്ച ഞാൻ രാജമ്മ ചേച്ചിയെ പരിചയപ്പെട്ടത്. സിഗ്നല് കൊള്ളാലോ. പരിചയമില്ലാത്ത സ്ഥലല്ലേ ചേച്ചി? മോളുടെ പേരെന്താ? രമണി. രമണി. സുന്ദരി കുട്ടിയാ. രാജമ്മ ചേച്ചി എന്റെ അമ്മ വഴി ഒരു ബന്ധുക്കാരിയാ. എന്നാ വേണമെന്നറിയാതെ കറങ്ങി നിൽക്കുമ്പോഴാ ചേച്ചിയെ കണ്ടത്. ഭാഗ്യം. ഒന്ന് പോടാ. അങ്ങനെ മുള്ളിയപ്പ തെറിച്ച ബന്ധമൊന്നും അല്ല മോളെ. എവന്റെ അമ്മയെ എന്റെ അമ്മായിയാ. എന്നാ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോ ഇതിനെയും കൂട്ടി നേരെ വീട്ടിലോട്ട് വന്നാ പോരായിരുന്നോ? ഇത് കാശത്രയാ വെറുതെ ഹോട്ടലുകാർക്ക് കൊടുത്തത്. എത്ര ദിവസമായി നിങ്ങൾ അവിടുന്ന് മുങ്ങിയിട്ട്? ഇന്നേക്കിപ്പോ 5 ദിവസമായി. ഏതായാലും വന്നത് വന്നു. ഇനി അതോർത്ത് ദണ്ണം കൊണ്ടിട്ട് ഒരു കാര്യമില്ല. അതെ അതെ. ഒന്നുമില്ലേലും ഇത്രയും പഠിപ്പുള്ള കൊച്ചല്ലേ, ഒരു ജോലിയൊക്കെ നമുക്ക് ഒപ്പിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് കുറച്ച് സാറുമാരെയൊക്കെ പരിചയമുണ്ട്. അവരെ മുട്ടിച്ചു തരാം. എന്നാ എല്ലാം കെട്ടിപ്പറക്ക്. നമുക്ക് എന്റെ വീട്ടിൽ പോവാം. എന്താ?
റൂം നമ്പർ 23 സർവേ ചെയ്ത് നിന്നിട്ട് ബാക്കിയുള്ളവർ പുറകോട്ട് മാറിയതേ. തന്റെ പേരെന്താ? വർഗീസ് ജോസഫ്. വർഗീസ്, ഈ ഇരിക്കുന്ന പെൺകുട്ടി അറിയോ? അറിയും. എങ്ങനെ, മുമ്പ് പരിചയമുണ്ടോ? ഇല്ല, ഇവിടെ താമസിക്കാൻ വന്നപ്പോ കണ്ടുള്ള പരിചയവാ. ഈ കുട്ടിയുടെ മുറിയിൽ സെർവിങ്ങിനായി എത്ര വട്ടം പോയിട്ടുണ്ടാവും താൻ? അത് കൃത്യമായിട്ട് പറയാൻ ധാരാളം വട്ടം പോയിട്ടുണ്ട് സാർ. ഈ വരുന്ന ഗസ്റ്റുകൾക്ക് എന്താണ് വർഗീസ് സാധാരണ സെർവ് ചെയ്യാറുള്ളത്? ചിലര് ലിക്കർ ഓർഡർ ചെയ്യും, ചിലര് ബിയർ, ചിലര് സോഫ്റ്റ് ഡ്രിങ്ക്സ്. ടിപ്പ് തരാറുണ്ടോ ഇവരൊക്കെ? ഉവ്വ്. ഏറ്റവും കൂടുതൽ ടിപ്പ് തന്ന ആരാ? അത് കോലഞ്ചേരിന്ന് വന്ന അഗസ്റ്റിൻ സാറാ. വക്കീലാന്നാ പറഞ്ഞേ. മൂപ്പര് 3000 2000 ഒക്കെ തന്നിട്ടുണ്ട് പലവട്ടം. ഈ അഗസ്റ്റിൻ വക്കീല് എത്ര വട്ടം വന്നു പോയി? 3. എടോ, തന്റെ പേരിൽ ഇവിടെ താമസിച്ചിരുന്ന ഗസ്റ്റുകളിൽ ഒരാൾ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അതെന്താണെന്നാണ് ചോദിച്ചത്. അത് ചോദ്യം മനസ്സിലായില്ലേ? ലിസമ്മ സാമുവൽ ഒരു ചതിയിൽപ്പെട്ടിരിക്കുകയാണെന്നും ജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലായിട്ടും 40 ദിവസക്കാലം ഈ റാക്കറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? വീട്ടിലെ സാഹചര്യങ്ങളെക്കാൾ സേഫ് ഇതാണെന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലേ? ലിസമ്മ ഒരു വട്ടമെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? സർവശക്തനും നിത്യനും നീതിമാനുമായ സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാകുന്നു. സാമുവേലിനും ലില്ലിക്കുട്ടിക്കും അവിടുന്ന് ദാനമായി നൽകിയ ലിസമ്മ എന്ന ഈ കുഞ്ഞിനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹിന്ദുവികാരം മനസ്സിലാക്കുക, ഹിന്ദുവികാരം മനസ്സിലാക്കുക, സർക്കാർ നീതി പാലിക്കുക, സർക്കാർ നീതി പാലിക്കുക, സർക്കാർ നീതി പാലിക്കുക, മുഖ്യമന്ത്രി നീതി പാലിക്കുക, മുഖ്യമന്ത്രി നീതി പാലിക്കുക. ധർമ്മവേദി സിന്ദാബാദ്, ധർമ്മവേദി സിന്ദാബാദ്, ധർമ്മവേദി സിന്ദാബാദ്, ധർമ്മവേദി സിന്ദാബാദ്. സൂചന 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 സർക്കാർ നീതി പാലിക്കുക, മുഖ്യമന്ത്രി നീതി പാലിക്കുക, മുഖ്യമന്ത്രി. എനിക്കും എന്റെ മോക്ക് പരാതിയൊന്നുമില്ല സർ. സംഭവിച്ചെല്ലാം വിധിയാണെന്ന് കരുതി ഞങ്ങൾ സമാധാനിച്ചോളാം. തെളിവെടുപ്പെന്നും പറഞ്ഞ് എന്റെ മോളെ നാടായ നാട് മുഴുവൻ നടത്തി. എന്റെ മോളിൽ നിന്ന് നാട്ടുകാർക്കൊരു കാഴ്ച വസ്തുവാണ് സാർ. കേസും കോടതിയൊന്നും വേണ്ട, ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഞങ്ങൾക്ക് നീതി വേണ്ട സാർ, ഞങ്ങൾക്ക് ഈ പോലീസിന്റെ നീതി വേണ്ട. ഞാനങ്ങനെ കാല് പിടിക്കാം. ക്ഷമിക്കണം സാർ,
സാമൂല് വിഷമം കൊണ്ട് പറഞ്ഞു പോയത്. ക്ഷമിക്കണം. ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഏമാനോട് എന്നെ വന്നൊന്ന് കാണാൻ പറയണം. ഇന്നെ വേണം. യെസ് സർ. എടോ, കോടതിയും നിയമവും പോലീസും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തുന്ന ആൾ ഒന്നല്ലെങ്കിൽ പ്രതി അല്ലെങ്കിൽ സാക്ഷി. ഈ പ്രതിക്കും സാക്ഷിക്കും അപ്പുറത്തായി ചോരയും നീരുമുള്ള മനുഷ്യരാണ് അവര്. അവരുടെ വികാരങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അത് ഒരു നിയമവശത്തിലും ഉണ്ടാവില്ല. ആ മനുഷ്യൻ എന്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. അയാളെ തകർത്ത് കളഞ്ഞത് മകൾക്കുണ്ടായ ദുരന്തല്ല, നിങ്ങളുടെ തെളിവെടുപ്പെന്ന നാടകമാണ്. ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ച കാണാൻ നല്ല രസാണ് അല്ലേടോ? ആദ്യം വന്ന വാർത്തകളിലൊക്കെ ഒരു ബസ് ഓണറുടെ മകന്റെ പേരുണ്ടായിരുന്നല്ലോ. പിന്നീട് എങ്ങനെ അവൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി? പെൺകുട്ടി ഇത് പറഞ്ഞിരുന്നു സർ. പക്ഷെ മാർച്ച് 4-ാം തീയതി രാവിലെ 10 മണി മുതൽ രാത്രി 7 മണി വരെ ഈ പറഞ്ഞ ബസ് ഓണറിന്റെ മകൻ ടോമിച്ചൻ ഇടുക്കി RTO ഓഫീസിൽ നടന്ന പ്രൈവറ്റ് ബസ് ഓണേഴ്സിന്റെ യോഗത്തിൽ പങ്കെടുത്തിരുന്ന രേഖകളുണ്ട് സർ. സ്ഥലം MLA അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരേ സമയത്ത് ഒരാൾക്ക് 2 സ്ഥലത്ത് എങ്ങനെ പ്രസന്റ് ആകാൻ പറ്റി എന്ന കൺഫ്യൂഷനിലാണ് സർ ഞങ്ങൾ പോലീസുകാർ. മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച കാലത്ത് ഈ നാട്ടിൽ RTO ഓഫീസുകൾ ഉണ്ടായിരുന്നടോ? ഇല്ലായിരിക്കും. ഉണ്ടായിരുന്നെങ്കിൽ ഗോഡ്സെ ഇതുപോലെ ബസ് ഓണേഴ്സിന്റെ യോഗത്തിൽ പങ്കെടുത്ത് നമ്മുടെ ചരിത്രം തിരുത്തിയേനെ. അല്ലടോ തോമസേ? തോമസിന് ഇനി എത്ര കൊല്ലത്തെ സർവീസ് ഉണ്ട്? 5 വർഷം. തെളിവെടുപ്പ് നാടകം ഇനി വേണ്ട. മറ്റന്നാൾ ഞാൻ കോട്ടയത്ത് വരുമ്പോ ഈ കേസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും എനിക്ക് കിട്ടണം. സർ. അതെ, താൻ ചേരപ്പിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ബസ് ഓണറുടെ മകൻ ടോമിച്ചൻ എന്റെ ബന്ധുവാ. ഞങ്ങളെ പുളിയാങ്കുന്ന് കുടുംബക്കാരാ. അവൻ തന്നെ പെണ്ണിനെ കൊണ്ട് മുങ്ങിയത്. പക്ഷെ അവനെ തൊടാൻ തനിക്കെന്നല്ല ദേവേന്ദ്രനോ കൊച്ചുവപ്പൂന് പോലും പറ്റില്ല. മനസ്സിലായി? ദൈവോത്തരനായവൻ എന്നും ഭാവികൾക്കും ദുഃഖിതർക്കും വേണ്ടി തന്റെ ആലയത്തിന് മുൻവാതിലുകൾ തുറന്നു വെച്ചിരിക്കുന്നു. മനസാന്തരത്തിന്റെ വഴിയിലൂടെ അവർ വിശ്വാസ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നു. മക്കളക്കാരി മറിയത്തെ ജനാവിൽ കല്ലെടുത്തെറിഞ്ഞൊടിച്ചപ്പോഴും 30 വെള്ളിക്കാശിനായി അവനെ തന്നെ യൂദാ തൊട്ടിക്കൊടുത്തപ്പോഴും ദൈവോത്തരനായവൻ അവർക്ക് ആരംഭമേകി. സാമൂലിന്റെ മകളുടെ ദുരന്തം ഇന്ന് സഭയുടെ ദുരന്തമാണ്. പ്രതികളെന്ന് പറയുന്നവരെ ചിലപ്പോൾ കോടതി ശിക്ഷിച്ചു എന്ന് വരാം. പക്ഷേ പ്രശ്നങ്ങൾ അതുകൊണ്ടും തീരുന്നില്ലല്ലോ. നമ്മുടെ കുട്ടിക്ക് ഇനിയും വേണ്ട ഒരു ജീവിതമാണ്. മനസ്സറിയാതെ സംഭവിച്ചു പോയ തെറ്റുകളോട് പൊരുത്തപ്പെട്ട് മാപ്പ് നൽകി അന്നവും വസ്ത്രവും ആശ്രയവും നൽകാൻ തയ്യാറുള്ള ഒരു പുരുഷനെ അവിടുത്തെ കൃപയാലെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് സാമുവേലിനെയും സുഹൃത്ത് ശേഖരനാരെയും ഗ്രഹിപ്പിക്കാനായി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഈ വേള കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടി നമുക്ക് വിനിയോഗിക്കാം. സ്തോത്രം കർത്താവേ, സ്തോത്രം. സ്തോത്രം കർത്താവേ, സ്തോത്രം. നമ്പിച്ച ആ യാക്കോബിനെ വിളിക്കൂ. ഇവൻ ഇന്നലെ വരെ ഒരു പാപിയായിരുന്നു. ദൈവഗതങ്ങൾ മാനിക്കാത്ത ഒരു ദുർനടപ്പുകാരനായിരുന്നു. പക്ഷെ ഇന്ന് മണിയപ്പൻ എന്നുള്ള നാമധേയവും തന്റെ പൂർവ്വകാല ജീവിതചര്യകളും ഉപേക്ഷിച്ച് യാക്കോബ് നാമത്തിൽ നമ്മൾ സമുദായ വിശ്വാസിയായി രസമ്യയെ വാങ്ങെടുപ്പാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. കർത്താവിന്റെ അത്ഭുത പ്രവർത്തനത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചൊല്ലാം. കർത്താവേ, സ്തോത്രം. സ്തോത്രം കർത്താവേ. സാമുവേലേ, മണിയപ്പൻ നമ്മുടെ സഭയിൽ ചെയ്യുന്നത് നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന കാര്യമല്ലേ? പാസ്റ്റർ ക്ഷമിക്കണം. അന്യമതക്കാരന്റെ ചോരയാണ് സ്വന്തം ദൈവത്തിന്റെ ഇഷ്ടപാനീയമെന്ന് ഓരോ മതവിശ്വാസിയും വിശ്വസിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിശ്വാസവും പ്രാർത്ഥനയൊക്കെ നല്ലതാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും തൻ്റെ മതത്തിൽ വിശ്വസിക്കണേ, തൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാവണേ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ശക്തിപ്രകടനം പോലെ ആളെ കൂട്ടുന്ന ഒരു ഏർപ്പാടാകരുത് മതവിശ്വാസവും പ്രാർത്ഥനയും. പാസ്റ്ററെ പോലെ സംശുദ്ധനായ ഒരാളോടൊപ്പം ഇവനെപ്പോലൊരുത്തനെ കാണേണ്ടി വരുന്നത് അന്യമതസ്ഥനായ എനിക്ക് പോലും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്.
ഗുരുവായൂരപ്പ കാരുണ്യമൂർത്തിയെ രക്ഷിക്കണേ ഭഗവാനെ. മോന്റെ അഡ്മിഷന്റെ കാര്യം എന്താ ചേട്ടാ? 3-4 കോളേജിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. മാർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നിൽ ആള് വേണം. ചേട്ടൻ PF എടുത്തിട്ടുണ്ടോ? പിന്നെ സിന്ധുവിന്റെ കല്യാണത്തിന് എടുത്തതല്ലേ, അതിന്റെ പിടുത്തമല്ലേ എന്നെ കുടിക്കിയത്. ആ, ഇവിടം വരെ എത്തിച്ച് ഗുരുവായൂരപ്പൻ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി തരും ചേട്ടാ. ഇത് മോള് പപ്പയാ. മോളുടെ പപ്പയാ. മോളെ മോളെ മോളുടെ പപ്പ ഇവിടെ ഉണ്ട്. മോളെ ആരും ഒന്നും ചെയ്യില്ല. എന്നെ പപ്പ മോളെ, ചേച്ചിയോ മോളെ, ലിസ മോളെ. മോളെ മോളെ മോളിപ്പോ നമ്മുടെ വീട്ടിലാ. നോക്കിയേ, ചേച്ചിയും വേണ്ടി എന്തോരാ കഷ്ടപ്പെടുന്നേ. അപ്പൊ നമ്മൾ എന്താ വേണ്ടേ? പപ്പയെ വിഷമിപ്പിക്കരുത്. അവൾ എനിക്ക് അനിയത്തിയല്ല, മോള്. അവളുടെ ജീവിതം തകർത്ത ഒരുത്തിനെ ഞാൻ വെറുതെ വിടത്തില്ല. വളത്തിനേ ഉള്ളൂ ഞങ്ങൾക്ക് ഇത്തിരി കുറവ്. അവളുടെ അമ്മയുണ്ടല്ലോ, മരിച്ചോ എന്റെ അമ്മായി അമ്മ. അവരാരാ? അവരുടെ തറവാട് ഏതാണെന്നറിയാവോ? കട്ടാമ്പിള്ളി തെക്കേത്. അന്വേഷിച്ചു നോക്ക്. തിരുവല്ല ചെങ്ങന്നൂര് ഭാഗത്ത് ഇത്രയും പഴക്കമുള്ള ഒരു കത്തോലിക്ക കുടുംബം വേറെ ഇല്ല. എന്റെ അപ്പനപ്പൂപ്പന്മാര് കത്തോലിക്കക്കാരായിരുന്നു. ഇടക്ക് ആർക്കോ ദൈവവിളി തോന്നിയിട്ടാ ഈ സഭയിലോട്ട് ചേർന്നത്. മതം ഏതായാലും മനുഷ്യൻ നന്നായ പോരെ അല്ലേ ജോണിക്കുട്ടി? മനുഷ്യൻ നന്നാവണമല്ലോ, പക്ഷെ അതിനെന്തോ വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട്. ഉരുള സാർ ഇങ്ങോട്ട് വരട്ടെ. സാറ് വന്നിട്ട് നേരിട്ട് പറയും ജോണിക്കുട്ടിയോട് കാര്യങ്ങൾ. അയ്യോ, സാർ എപ്പോഴേ വന്നു? അപ്പുറത്തെ റൂമിലുണ്ട്, വിളിക്കട്ടെ? എന്താ പേര് പറഞ്ഞത്? ജിബു. പോയി വിളിയടാ ജിബു. ഒരെണ്ണം ഒഴുക്കി. നമസ്കാരം. 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 സാറ് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. അറിഞ്ഞു കാണുന്നോ? എന്ത് വർത്താനം എന്റെ ജോണിക്കുട്ടി. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഞാൻ ഇതിന്റെ പേരിൽ എന്ത് ഒച്ചപ്പാടുണ്ടാക്കിയതാ? മനസാക്ഷിയുള്ളവർക്ക് ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ സാറേ, ആ പെങ്കൊച്ചിനെ കണ്ടാ ചങ്ക് പൊട്ടിപ്പോ. എങ്ങനെ സഹിക്കും സാറേ? ജോണിക്കുട്ടി കരയാതെ, ഒക്കെ ശരിയാവും. ജോണിക്കുട്ടിയുടെ സസ്പെൻഷൻ എന്തായി? ഒന്നും ആയില്ല സാറേ, അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മത്സരം അറിഞ്ഞ കാര്യമല്ല, ബാറ്ററി പോയെന്നുള്ള സത്യമാണ്. ജോണിക്കുട്ടി, എന്തോ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ആ സസ്പെൻഷൻ പിൻവലിച്ചു കിട്ടിയ വലിയ ഉപകാരമായിരിക്കും അല്ലേ? ഉപകാരമായിരിക്കുമെന്നോ? എന്റെ പൊന്നു സാറേ, മരിച്ചാലും ഞാൻ ഈ കടപ്പാട് മറക്കത്തില്ല. ഞാൻ ജോണിക്കുട്ടിക്ക് ഒരു ഉപകാരം ചെയ്യുമ്പോ തിരിച്ചെനിക്കും ചിലത് പ്രതീക്ഷിക്കാലോ. ആ 36 പേരുടെ കൂട്ടത്തിൽ സാറും ഉണ്ടല്ലേ? പക്ഷെ കൊച്ചിതുവരെ സാറിന്റെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. സത്യം. അസമ്മതം പറയുന്നു. പിന്നെന്താ സാറേ എന്നെ കൊണ്ട് കാര്യം? ഒരു കാര്യമില്ലാതെ സാറുമാര് ബ്രാൻഡ് വാങ്ങി തരത്തില്ല. നമ്മുടെ പാർട്ടിക്കാര് പിള്ളേര് വല്ലവരും ഉണ്ടോ? ഏയ്, നമ്മുടെ പാർട്ടിക്കാരൊന്നും അത്രക്കാരല്ല. അതെനിക്കറിയാം. നമ്മുടെ പാർട്ടിക്ക് ഡീസന്റ് പാർട്ടി എന്നൊരു പേര് കൂടി ഉണ്ടല്ലോ. ജോണിക്കുട്ടി ഇയാൾ അറിയോ? പിന്നെ സാബു നെടുങ്കണ്ടം സാറിന്റെ പാർട്ടിക്കാരനല്ലേ? നല്ല തങ്കം പോലത്തെ മനുഷ്യനാ സാറേ. ജോണിക്കുട്ടിക്ക് അറിയാലോ, കഴിഞ്ഞ 5 വർഷം വരെ ഞാനാണ് ഇവിടുത്തെ MLA. പക്ഷെ ഇപ്രാവശ്യം സഭക്കാര് നെടുങ്കണ്ണൻ സാബുവിനെയാ സപ്പോർട്ട് ചെയ്യാൻ പോണത്. ഞാനൊരു പുരോഗമനാശയക്കാരനും പള്ളിക്കും പട്ടക്കാർക്കും കുറച്ച് എതിരുമായിപ്പോയി. അതാ പറ്റിയത്. സാർ ഈ ചരിത്രവും പൗരോർമ്മൊന്നും പറയണ്ട. ഞാനിപ്പോ എന്നതാ ചെയ്യേണ്ടത്? പേരറിയാൻ പറ്റാത്ത ചിലര് ദ്രോഹിച്ചിട്ടുണ്ടെന്നല്ലേ അന്ന് ലിസമ്മ പോലീസിനോട് പറഞ്ഞത്? അതെ. ആ കൂട്ടത്തിൽ ഈ സാബുവിന്റെ പേരൂടെ ഉൾപ്പെടുത്തണം. സാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്താൽ പിന്നെ സീറ്റ് എനിക്ക് എന്നെ കിട്ടും. അങ്ങനെ ഉണ്ടായ ജോണിക്കുട്ടിയുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ മാത്രമല്ല, വീട് പണി തീർക്കാനുള്ള കാശ് ഞാൻ തരും. സാർ ഒരു പുരോഗമന ആശയക്കാരനായതുകൊണ്ട് ഞാനിത് ചെയ്തു തരാം. സോറി, വെള്ളം ഒഴിക്കാൻ മറന്നുപോയി. മിടുക്കാൻ. പോലീസ് മാമന് ഇപ്പൊ ജയിക്കുന്ന കണ്ടോണേ. ഓം ക്രീം ക്രൂം ശ്രും. 4 ഇനി ചേട്ടൻ കളിക്കാം. മോളോട്ട് കളിക്കുന്നോ? ഇത് കഴിഞ്ഞിട്ട് കളിക്കണം കേട്ടോ. മോള് ജയിക്കാൻ പോന്നേ.
രണ്ട്. ഇനി മാമന്റെ കളിയേ. ഷേർലി കുഞ്ഞിന്റെ ഫോട്ടോയാ ഇതിവിടെ തരാൻ അവരെന്നെ ഏൽപ്പിച്ചതാ. പയ്യന്റെ 1-2 ഫോട്ടോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. കിട്ടിയിരുന്നെങ്കിൽ. ഇപ്പൊ അതൊന്നും ചോദിക്കണ്ട, പിന്നെ എത്തിക്കാൻ വാവച്ച. ആയിക്കോട്ടെ, വാവച്ചനൊന്നും അതൊന്നും വേണ്ട സാമൽ സാറേ. വെച്ചോ, വാവച്ചന് ഇതിനു വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയതാ. കേസും വഴക്കും ഒക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. നല്ല സ്റ്റൈലൻ ആലോചനയായിട്ട് ഞാൻ വരും. എന്നാ പിന്നെ നിർത്തണ്ട. മോള് കണ്ടോ, വാവച്ചൻ വന്നത് കല്യാണം സെപ്റ്റംബർ നടത്തണമെന്ന് പറയാനാ. തീയതി അവർ നിശ്ചയിച്ചറിയിക്കും. ഈ കളി മാമനാണ് ചോദിച്ചത്. ഇനി മോള് കളിക്ക്. മോള് കളിക്ക്. അങ്ങനെ. നമസ്കാരം സാർ. വേണ്ട വേണ്ട, ഇതെടുത്ത് ഞാൻ കയറിക്കോളാം. മോളെ ദേ പാവക്കുട്ടി. മാറിപ്പോയി, പൈലും കുപ്പിയാ. എന്റെ അമ്മച്ചി തോക്ക. ഇതാരാ അളിയനാ? ജോലിക്കും പണിക്കും പോകാതെ ഇങ്ങനെ കറങ്ങി നടന്നോ? എന്തെങ്കിലും ജോലിക്ക് പോടാ. എന്തായി സസ്പെൻഷൻ? ആദ്യം സ്വന്തമായിട്ട് ഒരു ജോലി ഉണ്ടാക്കി, എന്നിട്ട് ആണുങ്ങളെ പോലെ സസ്പെൻഷൻ മേടിക്കട്ടാ, എന്നിട്ട് സംസാരിക്കും. കർത്താവേ സ്തോത്രം. ഞാൻ അങ്ങോട്ട് അകത്തേക്ക്. അയ്യാ, നിങ്ങൾക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? ഞങ്ങൾ എവിടെയൊന്നും ഓർക്കാതിരിക്കാൻ യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാ ഇല്ലാത്ത ഒരാളുടെ പേരും കൂടെ പറഞ്ഞ് അങ്ങനെ നിങ്ങളുടെ സസ്പെൻഷൻ ഇപ്പൊ പിൻവലിക്കണ്ട. നിനക്കല്ലേലും ഞാൻ ജോലിക്ക് തിരിച്ചു കയറണമെന്നോ രക്ഷപ്പെടണമെന്നോ ഇല്ലല്ലോ. കേട്ടവരൊക്കെ പറയുന്നത് ദൈവം തമ്പുരാനായിട്ടൊരു അവസരം കൊണ്ട് തന്നുന്നാ. രൂപ 1 2 അല്ല, 2 ലക്ഷമാ. 2 lakhs. ജോണിച്ചായ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഈ കാര്യം ഇവിടെ മിണ്ടി പോരുത്. നിങ്ങളുടെ ചോരക്കുണ്ടായത് ഒരു പെങ്കുഞ്ഞ തന്നെ, അത് നിങ്ങൾ മറക്കണ്ട. അയ്യോ കർത്താവ്, ഇവിടെ എന്താ ഈ പറയണത്? ഇത് ട്രീസ്, നീ എന്താ കാര്യങ്ങൾ മനസ്സിലാക്കത്തത്? എടി, ഇപ്പൊ ഇതിൽ എന്തോ നഷ്ടമാ നമുക്ക് ഉണ്ടാകാൻ പോണത്, അല്ലെങ്കിൽ ലിസമൊക്കെ ഉണ്ടാകാൻ പോണത്. നീ അടക്കം അവിടെ നിന്ന് വെച്ചേ. 36 പേരുടെ പേര് എന്തായാലും പറയണം. അതിൽ ദിയാന്റെ പേര് കൂടി പറഞ്ഞൂടെ? കർത്താവേ, കല്യാണ പെണ്ണങ്ങ് മെലിഞ്ഞു പോയല്ലോ. ഭക്ഷണം കഴിച്ച് നന്നായിട്ട് സുന്ദരി ആവണോട്ടാ. കല്യാണൊക്കെ അടുത്ത് വരിക. അയ്യോ പാവം. അത് കത്തി മാറ്റി വെക്ക്, ഞാൻ പോയിട്ട് പോരാ. ലിസബോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണല്ലേ. ജോണിക്കുട്ടിച്ചായൻ ലിസമോളുടെ കാര്യം ഓർത്ത് എന്നും വൈകിട്ട് കുറെ നേരം കരയും. പകല് കരയാൻ ജോണിക്കുട്ടിച്ചായന് നേരില്ലല്ലോ. മോളറിഞ്ഞില്ലേ, ഈ ജോണിച്ചായൻ സസ്പെൻഷനില്ല. മോൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ജോണിക്കുട്ടിച്ചായൻ പണ്ട് ഇടുക്കിയിൽ സർക്കസ് കാണാൻ കൊണ്ടുപോയത്, ജംബോ സർക്കസ്. അന്ന് മോള് ബസ്സിൽ വെച്ച് വാള് വെച്ചു, ഛർദിച്ചേ. എന്റെ ഭാര്യയുടെ അനിയത്തിയാണെങ്കിലും ലിസമോൾ എനിക്ക് മൂത്ത മോളെ പോലെയാ. ആ മോൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ഓർക്കുമ്പോ അവന്റെയൊക്കെ തലയിൽ വെള്ളിടി വെട്ടട്ടെ. മോള് നോക്കിയ ഇതാരാണെന്ന്? നെടുങ്കണ്ടൻ സാബു, നേതാവാ. പേര് കൊടുത്തു വെച്ചോ, കോടതി പറയാനുള്ളതാ. നെടുങ്കണ്ടൻ സാബു, 34 വയസ്സ്. മോൾ ഈ പേര് വെറുതെ ഒന്ന് പറഞ്ഞാ ജോണിച്ചായന്റെ സസ്പെൻഷനും പിൻവലിക്കും, 2 ലക്ഷം രൂപയും കിട്ടും. പേര് മറക്കണ്ട, നെടുങ്കണ്ടൻ സാബു, 34 വയസ്സ്. ഉദാഹരണത്തിനൊരു അപ്പുക്കുട്ടൻ ഉണ്ടെന്നിരിക്കട്ടെ, അതിന് പകരം നെടുങ്കണ്ടൻ സാബു 34 വയസ്സ്. മാറ്റി പറയുന്നത് ഒരു പേര്, നമുക്ക് കിട്ടുന്നതോ ഒരു പുതിയ ജീവിതം. കേസിൽപ്പെട്ട ഒരുത്തിനെ രക്ഷിക്കാൻ ഞാൻ പറയുന്നില്ലല്ലോ, ഇല്ലാത്ത ഒരുത്തിനെ ഉൾപ്പെടുത്താനല്ലേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നമുക്കെന്താ ഛേദം? ഇന്നലെയുള്ളോർ ഇന്നിവിടില്ല, ഇനി വരികില്ല. സീനിയോറിറ്റി ഒന്നും വേണ്ട, അവസാനത്തെ പേരായിട്ട് പറഞ്ഞാ മതി. നെടുങ്കണ്ടൻ സാബ് 34 വയസ്സ്. പറയൂലേ? മുറ്റത്ത് കാലുത്തി ഞാൻ എന്നെ തല്ലിയല്ലേ?
സാറന്മാര് പറ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്തായാലും 36 പേരുടെ പേര് ആ പെണ്ണ് പറയണം. ഇല്ലെങ്കിൽ തത്ത പറയണ പോലെ സാറുമാരെ അവളെ കൊണ്ട് പറയിപ്പിക്കും. ആരെ രക്ഷപ്പെടുത്താന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ പോളെ, ഞാൻ പൊക്കോളാം. എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ കാല് കുത്തത്തില്ല. കൊച്ചിനെടുത്തോണ്ട് ഇറങ്ങി വാടി. ഇനി ഇങ്ങനെ ഒരു പപ്പയില്ല, ഒരു ബന്ധമില്ല. ഇറങ്ങി വാടി. ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോ. വരുന്നില്ലെന്ന അനിയത്തി പെണ്ണിനെ പോലെ നീ നാട് ഇറങ്ങാൻ പോവുക. വലിച്ചു കീറഞ്ഞാൻ. ജോണിക്കുട്ടിനോട് പോനാ പറഞ്ഞേ. അതേടാ, ഞാൻ പോകാം. എന്നാലല്ലേ നിന്റെ ഡിങ്കോലാപ്പി ഇവിടെ നടക്കത്തുള്ളൂ. ഏതൊരിപ്പിടിയാണ് നീ ചാപ്പ കുത്തിയിരിക്കുന്നത്? രണ്ടാമത്തേനെ അല്ലെങ്കിൽ ഇളയതിനെ അല്ലെങ്കിൽ എന്റെ കെട്ടിയോളെ? അങ്ങോട്ട് പോയേ. വേണ്ടെന്ന് വെച്ചാ സമ്മതിക്കല്ല. ശ്രീം ക്രീം ക്ലീം തമല തിമല തലപ്പാറ ഭഗവതി. ചാത്തന്മാരെ ചാത്തന്മാരെ, അപ്പനപ്പൂപ്പന്മാരെ, ഓം ശ്രീം ക്രീം. എന്റെ തള്ള നിങ്ങളിത് കൊണ്ട് പോകുന്നുണ്ടോ? നാട്ടുകാർ കാണണ്ട. നാട്ടുകാരറിഞ്ഞ നാണക്കേടുണ്ടാവുന്ന ഒരു തൃപ്പുത്രൻ. എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക, നിന്റെ ആരാ അവര്? അവൻ പോയിരിക്കുന്നു യന്ത്രവൾക്ക് വേണ്ടി അംഗം കുറിക്കാൻ. തള്ളയൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? എനിക്ക് ദണ്ണുണ്ടടാ. ചാലത്തെ വാസുവിന്റെ മകളാ ഞാൻ. തലപ്പാറ ഭഗവതിയുടെ പുണ്യമുള്ളവള്. ദേവിക അങ്ങനെയൊന്നും പെട്ടെന്ന് മറക്കത്തില്ല. മറക്കുന്ന ചോരയുമല്ല ദേവികയുടേത്. അവന്റെ രണ്ടാമത്തെ മോള് ഷെർലിനെ നിനക്ക് പെണ്ണി ചോദിച്ചെന്നപ്പോ അവൻ എന്നതാ പറഞ്ഞേ? നമ്മൾ ഹിന്ദുക്കൾക്ക് മുറപ്പെണ്ണെന്ന് പറയുന്നത് അവർ ക്രിസ്ത്യാനികൾക്ക് പെങ്ങടെ സ്ഥാനമാണെന്ന്. ഓ, പിന്നെ എന്നാത്തിനാടാ അവള് നിന്റെ പിന്നാലെ പ്രേമിച്ചോണ്ട് നടന്നത്? എന്റെ പൊന്നമ്മേ, ഒന്നും മിണ്ടാതിരി. എടി കൊച്ച, ഇത് കേട്ട് നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. പ്രേമാവക്ക് ഇങ്ങോട്ടായിരുന്നു. നിങ്ങളുടെ കല്യാണത്തലേന്ന് ആ പെങ്കൊച്ചു നമ്മുടെ വീട്ടിൽ വന്ന് കരഞ്ഞ കരച്ചില് ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. മോളെ, മോളിത് കേട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഓ, എനിക്ക് വിഷമൊന്നുമില്ലമ്മേ, ഞാൻ ഇത് എപ്പോഴും കേൾക്കുന്നതല്ലേ. അന്ന് ഞാൻ ഈ മരങ്ങോടിനോട് പറഞ്ഞതാ രായ്ക്ക് രാമാനും ചെന്ന് പിടിച്ചിറക്കിക്കൊണ്ട് വരാൻ. തള്ളേന്റെ കുടുംബം കലക്കി അടങ്ങൂലേ? കയ്യും കാലും ഒടിഞ്ഞു നന്നായി. ഇനി 5-6 മാസത്തേക്ക് കുണവതിയാരം കൊണ്ട് അങ്ങോട്ട് കയറത്തില്ലല്ലോ. നിന്നെ കൊക്കയിലേക്ക് തള്ളിയിട്ടവനെ നേരത്തോട് നേരെ അടുക്കും മുമ്പ് ഞാൻ കാണിച്ചു കൊടുക്കാം. മോളെ, നമ്മുടെ പൂവൻകോഴിയെ നാളെ അഴിച്ചുവിടണ്ട. കോഴിക്കകത്ത് ദേവിക്കൊരു പ്രയോഗമുണ്ട്, കാണിച്ചു കൊടുക്കാം. അമ്മേ ദേവി മഹാമായേ. ആ കസേരടുത്ത് അങ്ങോട്ടും അവിടെ. ആ സാമൂല്, വിശേഷങ്ങളൊന്നും സാമൂല് അറിഞ്ഞില്ല അല്ലേ? ഇവിടെ എനിക്ക് നാട്ടിലേക്ക് മാറ്റമായി. വെറും മാറ്റമല്ല, പ്രമോഷനോട് കൂടിയ സ്ഥലം മാറ്റം. എൻ്റെ ഒപ്പം നിന്നതിന് കുഞ്ചറിയ എനിക്ക് തന്ന സമ്മാനം. ഓർഡർ കൈ കിട്ടിയിട്ട് ഒരാഴ്ചയായി. ആരോടും പറയാതെ ചില ശ്രമങ്ങൾ നടത്തി നോക്കി, പറ്റിയില്ല. ഇരുവഴിയിൽ കാക്കത്തണല് പോലും ഇല്ലാതെ തനിച്ചാക്കിയിട്ട് ഞാൻ പോവുക. പക്ഷേ താൻ തോക്കരുത്. പെൺമക്കളുള്ള മുഴുവൻ അച്ഛന്മാരുടെയും പ്രാർത്ഥന തനിക്കുണ്ടാവും. ഗതികേട് കൊണ്ടാടൂ, ഇല്ലെങ്കിൽ പുല്ലുപോലി ഉദ്യോഗം വലിച്ചെറിഞ്ഞ് തൻ്റെ ഒപ്പം ഞാനും വന്നേനെ. കഷ്ടപ്പാടിന്റെയും ഉറക്കമില്ലായ്മയുടെയും കാര്യത്തിൽ നമ്മുടെ കൂടപ്പുറപ്പുകളാ. എണ്ണിച്ചുട്ട അപ്പം പോലെ ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ജീവനക്കാര്. എടോ, മക്കളോട് പറയണം യാത്ര പറയാൻ ശേഖരണങ്ങൾ വരില്ല.
എന്നാ പാപ്പാ? എല്ലാത്തിനെയും കൊല്ലും. എന്താ പപ്പ ഇത്? നിനക്ക് എന്തിനായിരിക്കും പെൺമക്കളെ ജനിച്ചത്? വേഗം ആട്ടെ മോളെ, വണ്ടി പോകും. ഇല്ല പപ്പാ, മണി 8 ആവുന്നേ ഉള്ളൂ. ആഹാ, നീ ഇത് കഴിച്ചില്ലേ? അയ്യോ, എനിക്കത് വേണ്ട. അത് കഴിച്ചാൽ എനിക്ക് ഓക്കാനം വരും. അങ്ങനെ പറഞ്ഞ പറ്റില്ലല്ലോ. ഓർമ്മയ്ക്കും ശക്തിക്കും ചന്ദൂസ് ബ്രഹ്മി. എനിക്ക് വേണ്ട. വേണ്ട പപ്പ, പ്ലീസ്. ആ, നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് കിട്ടുമെന്നല്ലേ പറഞ്ഞത്? കഴിഞ്ഞ 2 വട്ടവും ഫിസിക്കൽ സയൻസിനാണ് നീ കൂടുതൽ മാർക്ക് വാങ്ങിച്ചത്. ഇത്തവണത്തെയും കൂടി നോക്കിയിട്ട് വേണം എൻട്രൻസിന് ഏത് കോച്ചിങ്ങിനാ പോവേണ്ടെന്ന് തീരുമാനിക്കാൻ. ഇന്ന് കിട്ടുമായിരിക്കും പപ്പ. റാങ്ക് ഉണ്ടാവില്ല മോളെ. ടാങ്ക് ആയിരിക്കും. നീ പോടി അവിടുന്ന് കുശുമ്പി. ലിസമോക്ക് ഇത്തവണ ഹൈ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവും ഇല്ലേ മോളെ? ഇല്ലെങ്കിൽ മോളുടെ പപ്പനെ പിന്നെ കാണില്ല. ലിസമോക്കറിയില്ലേ, പപ്പ ഈ കഷ്ടപ്പെടുന്നതെല്ലാം ഈ ഒരു പ്രതീക്ഷയല്ല. ആ പ്രതീക്ഷ തെറ്റിയാ പിന്നെ. ഞാൻ പോട്ടെ പപ്പ, ബസ്സിന് സമയായി. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, റാങ്ക് വാങ്ങിച്ച ഐസ്ക്രീമും എറണാകുളം ട്രിപ്പും. ഞാനും വരുന്നു. വേഗം വാടി, വരുമല്ലേ? ബസ്സിപ്പോ പോവും. മലയാള നോവലിന്റെ കുലപതികളായ ഒ ചന്തുമേനോന്റെയും CV രാമൻ പിള്ളയുടെയും ഗദ്യത്തെ പറ്റി പറയുമ്പോൾ ഒ ചന്തുമേനോൻ ഒരു തനി മലയാളക്കാരനും CV പ്രൗഢ സംസ്കൃതക്കാരനുമാണെന്ന് ഒഴുക്കനായി പറഞ്ഞു പോകാറുണ്ട്. 2 നിരീക്ഷണങ്ങളും അർദ്ധസത്യങ്ങളാണ്. ചന്തുമേനോന്റെ പക്കൽ വേണ്ടുവോളം സംസ്കൃതവും CVയുടെ കൈവശം വേണ്ടുവോളം മലയാളവും ഉണ്ടായിരുന്നു. യെസ്, ജിത്തു ഫിലിപ്പ്, ലിസമ സാമുൽ, രണ്ടുപേരും പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് ചെല്ലൂ. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഞാൻ കണ്ടു. എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ രണ്ടുപേരെയും എക്സാമിന് ഇരുത്തുന്ന പ്രശ്നമില്ല. ബിലോ 80% ഉള്ളവരെ ഫൈനൽ എക്സാമിന് അപ്പിയർ ചെയ്യിക്കേണ്ടെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ സ്ട്രോങ് ഡിസിഷൻ. അതുകൊണ്ട് 1 വർഷം നഷ്ടമാകാതിരിക്കണമെങ്കിൽ പേരൻസിനെ വിളിച്ചുകൊണ്ടുവന്ന് TC വാങ്ങി മറ്റേതെങ്കിലും സ്കൂളിലേക്ക് ഉടനെ തന്നെ മാറണം. കഴിഞ്ഞ 10 വർഷം തുടർച്ചയായി 100% ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കുന്ന സ്കൂളാ ഇത്. നിങ്ങൾ പഠിക്കാൻ മോശക്കാരല്ല, പക്ഷെ പഠിക്കുന്നില്ല. വേണ്ട, നിങ്ങളെ പോലെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ ഈ നാട്ടിൽ ധാരാളം സ്കൂളുകളുണ്ട്. അവിടേക്ക് പോയിക്കോളൂ. വെറുതെ എന്തിനാ നല്ലൊരു സ്ഥാപനത്തിന് നിങ്ങളായിട്ട് ചീത്തപ്പേരുണ്ടാക്കുന്നേ? മറ്റേ സെന്റ് തോമസിലെ പാർട്ടി എവിടെ? അവിടെ വിളിക്ക്. വിളിച്ചു കയറ്റുന്നേ, ചെന്ന് വിളിക്ക്. സമയം ഇത്രയല്ലോ. കൊച്ചിനൊന്നും സ്കൂളില്ലായിരുന്നോ? എന്നാ പറ്റി? വീട്ടിൽ നിന്ന് കയറി വെച്ച് പോകുന്നതാ? എന്നതാ പിണഞ്ഞത്? സ്കൂളിൽ പ്രശ്നം വല്ലതും ഉണ്ടോ? ആൾക്കാർ കാണുന്നു പറയാതെ. ഈ സമയം നമ്മളെ അറിയാവുന്ന ആൾക്കാരെ ഇവിടെ മൊത്തം. നീ ഒരു കാര്യം ചെയ്യ്, വണ്ടിയിലോട്ട് കയറി.
എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം. നീ വാ, പറയുന്ന കേക്ക് പെണ്ണേ. ലിസമ്മേ, നീ പേടിക്കാതെ. ഇന്നൊരു ദിവസം മാറി ഇന്നാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. വീട്ടിലെത്തിയില്ല എന്നറിയുമ്പോൾ നിന്നെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ട പ്രിൻസിപ്പൾ മുട്ടുപിടിച്ച് മൂത്രം ഒഴിച്ചോണ്ട് വന്ന് നിന്നെ പരീക്ഷയ്ക്ക് ഇരുത്താൻ സമ്മതിക്കും. പിന്നെ നിന്റെ പപ്പ മാർക്ക് കുറഞ്ഞാലും വേണ്ടില്ല, എന്റെ കൊച്ചിനെ ഒന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞ് പരക്കം പായി. അയ്യോ വേണ്ട വേണ്ട, എന്റെ പപ്പ പാവാ. എന്റെ ലിസമ്മേ, അതിന് നമ്മളെങ്ങും പോകുന്നില്ലല്ലോ. ഒരു വരട്ട്, ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഇല്ലാതെ ഈ പ്രശ്നമായിട്ട് വീട്ടിലോട്ട് ചെന്നാ എന്താവും ഗതി? ഇന്നൊരു 8-9 മണിയാകുമ്പോഴേക്കും എല്ലാം ഒന്ന് കലങ്ങി തെളിയും. മാർക്ക് കുറഞ്ഞൊരു പ്രശ്നമല്ല എന്ന് പ്രിൻസിപ്പാളും നിന്റെ പപ്പായും ഒരേ സ്വരത്തിൽ പറയും. മണിയപ്പാ, വണ്ടി ഇറ. മണിയപ്പാ, എണ്ണീരടാ, നേരം എടുത്തുന്നോ. പോത്ത് പോലെ കിടന്ന് ഉറങ്ങുവാ. കണ്ണടച്ചുള്ളൂ. അതെ, ഞാനിങ്ങോട്ട് പോവാ. പെണ്ണിന് സംശയമൊന്നുമില്ലല്ലോ. ഏയ്, കാശ് വല്ലതും വേണ്ടി വന്നാ നീ എന്റെ പുതിയ BSNL നമ്പറിലോട്ട് വിളിച്ചാൽ മതി. ആവശ്യം വരും, ഒരു 10,000 തന്നിട്ട് പോകും. അപ്പൊ ഇന്നലെ തന്ന 25? ആ പെണ്ണിന്റെ മട്ടിൻ രീതി കണ്ട ജോർജ് കുട്ടി MBD അലവാവുന്നാ തോന്നുന്നു. തോമിച്ചാ പറഞ്ഞിട്ട് പെട്ടെന്ന് മുങ്ങിക്കോ. ഞാൻ നാട്ടിൽ വരെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചേച്ച് വരാം. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ മണിയപ്പൻ റൂം നമ്പർ 203 എന്തിനാടി പെണ്ണെ നീ ഇങ്ങനെ പേടിക്കുന്നേ? ഇങ്ങനൊരു പേടി പാർട്ടി. ഭക്ഷണമൊക്കെ കഴിച്ച് മിടുക്കി കുട്ടിയായിട്ടിരിക്കെ. ഞാനിപ്പോ ഇങ്ങനെ വരില്ലേ? പീരുമേട് ലിസാവില്ലയിൽ സാമുവൽ മകൾ ട്രീസ സാമുവൽ, ട്രീസ സാമുവൽ, ട്രീസ സാമുവൽ. ട്രീസ ഇപ്പൊ താമസിക്കുന്നത് ഭർത്താവിനോടൊപ്പം അയാളുടെ വീട്ടിലാണോ അതോ സ്വന്തം വീട്ടിലാണോ? സ്വന്തം വീട്ടിൽ. ഭർത്താവ് ജോണിക്കുട്ടി വന്ന് വിളിച്ചപ്പോ അയാളോടൊപ്പം പോകില്ലാന്ന് ശടിച്ചതുകൊണ്ടല്ലേ നിങ്ങൾ തമ്മിൽ പിണങ്ങേണ്ടി വന്നതും കുട്ടിക്ക് വേണ്ടി ഇപ്പൊ കോടതിയെ സമീപിക്കേണ്ടി വന്നതും അല്ലേ? അതെ യുവർ ഓണർ, എന്റെ കക്ഷിയുടെ ഭാര്യയുടെ അനുജത്തി ലിസമ്മ സാമുവൽ കുപ്രസിദ്ധയായ ഒരു പെൺകുട്ടിയാണെന്ന് പറയേണ്ടതില്ലല്ലോ. വ്യഭിചാരക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കൂടെ തന്റെ കുഞ്ഞ് താമസിക്കരുതെന്നും വളരരുതെന്നും ഏതൊരു അച്ഛനും ആഗ്രഹിച്ചു പോകും. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം ബാല്യകാലത്ത് ഇടപഴകുന്ന വ്യക്തികളെയും സാഹചര്യത്തെയും ആശ്രയിച്ചിരിക്കുമെന്നാണല്ലോ. അതുകൊണ്ട് തിരിച്ചറിവിന് പ്രായമാകാത്ത ആ കുട്ടിയുടെ ഭാവി കണക്കിലെടുത്ത് കുട്ടിയുടെ സംരക്ഷണ ചുമതല എന്റെ കക്ഷിയായ ജോണിക്കുട്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് ദയവുണ്ടാകണം. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇടുക്കി പൈനാവ് നെഞ്ചിടക്കിയിൽ ജോണിക്കുട്ടി ജോർജ് കൊടുത്ത ഗാർഡിയൻ ആൻഡ് വാർഡ് OP പ്രകാരം കുട്ടിയെ കുട്ടിയുടെ അച്ഛനായ ജോണിക്കുട്ടി ജോർജിന് വിട്ടുകൊടുക്കാനാണ് കോടതി വിധി. നിങ്ങൾ സഹകരിക്കണം. വാ മോള് വാ. പെണ്ണ് ജീവിക്കുന്ന വീടായത് ഇവിടെ കഴിഞ്ഞ നിന്റെ കൊച്ചും പഴച്ചു. നിന്റെ കുഞ്ഞു പിഴയാളാതിരിക്കാൻ കോടതി കാണിച്ച സന്മനസ്സായി
ആശ കരയില്ലേ കരയില്ലേ മോളെ കരയില്ലേ പപ്പ പറഞ്ഞ കരയില്ലേ മോളെ കരയില്ലേ മോളെ ജനവും പുനരൊക്കെ വാടിച്ചു കരഞ്ഞു തുടങ്ങിനാർ പക്ഷസീത്താടി രാജ്യഭാരത്തെ രാഘവൻ ഞങ്ങൾക്കാരുമാ വന്നത് അമ്മേ നീ കൊലയ്ക്ക് കൊടുത്തില്ലേ അമ്മ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്ത് തെറ്റാണ് ചെയ്തത് അവിടുന്ന് നീതിമാന്മാർക്ക് കരുത്തേകുന്നു തണലാകുന്നു തലപ്പമേകുന്നു നമ്മുടെ സാമൂഹിക കുടുംബത്തിനും അനുകൂലമായ കോടതി വിധി ഉണ്ടാക്കണമേ കർത്താവേ വ്യാപൃതരായ സഹോദരന്മാർക്ക് മാനസാന്തരം ഉണ്ടാകണമേ കർത്താവേ കർത്താവേ സ്തോത്രം നമ്മുടെ സഹോദരൻ സഹോദരമായ സാമൂഹികനെയും കുടുംബത്തിനെയും വ്യാപൃതകളും രക്ഷിക്കണമേ അവർക്ക് അനുകൂലമായ കോടതി വിധി ഉണ്ടാകണമേ കുറ്റവാളികളായി കണ്ടെത്തിയിരിക്കുന്ന സഹോദരന്മാരെ മാനസാന്തരത്തിന്റെ വഴിയിലൂടെ നടത്തണമേ സഞ്ചാരിയൻ ജീവന്റെ നാഥൻ കൈവെള്ളം തന്നെ താഴ്ന്നെങ്കിലും പാവങ്ങളെല്ലാം ഉള്ളാണിയായിരുന്നു കൈവെള്ളം തന്നെ താഴ്ന്നെങ്കിലും പാപശാപമൊഴിയ സൗഖ്യമിന്നി വരുന്ന പാപശാപമൊഴിയ സൗഖ്യമിന്നി വരുന്ന നന്മയുമായി സിയുമണവാളൻ യേശുരാജരാജൻ സഞ്ചാരിയൻ ജീവന്റെ നാഥൻ സിയുമണവാളൻ യേശുരാജരാജൻ സഞ്ചാരിയൻ ജീവന്റെ നാഥൻ സിയുമണവാളൻ യേശുരാജരാജൻ സഞ്ചാരിയൻ ജീവന്റെ നാഥൻ നമസ്കാരം. പ്രധാന വാർത്തകൾ. വിവാദമായ ഏലപ്പാറ കേസിൽ ഹൈക്കോടതിയുടെ നിർണായക വിധി. വാർത്തകൾ വിശദമായി. വിവാദമായ ഏലപ്പാറ കേസിലെ 36 പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു. പ്രതികൾക്കെതിരെ വ്യക്തമായ തെളിവുകൾ നൽകുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് ഡിവിഷൻ ബെഞ്ച് വിധിയിൽ ചൂണ്ടിക്കാട്ടി. തൊടുപുഴ സെഷൻസ് കോടതി വിധിക്കെതിരെ പ്രതികൾ സമർപ്പിച്ച അപ്പീലിലാണ് ഈ വിധി. 2005-2006 സാമ്പത്തിക വർഷത്തിലെ എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിന്റെ പലിശ നിരക്ക് 8.5 സ്വർഗസ്നായ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ ആഹാരത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു.
ഞങ്ങൾ ചെയ്ത എല്ലാ പാവങ്ങൾക്കും നീ മാപ്പ് നൽകണമേ. മോളെ കഴിക്ക്. എനിക്കിപ്പോ വിശക്കുന്നില്ല പപ്പ, ഞാൻ പിന്നെ കഴിച്ചോളാം. മോള് കഴിക്ക്, അല്ലെങ്കിൽ വേണ്ട, ഇന്ന് മോക്ക് പപ്പ വാരി തരാം. ഞാൻ കഴിച്ചോളാം പപ്പ. എന്നും പറഞ്ഞ പോലെയല്ല, ഇന്ന് കഴിക്കാതിരുന്നാലേ പപ്പ ശരിക്കും പിണങ്ങും. സത്യമായിട്ട് ഞാൻ കഴിച്ചോളാം പപ്പ. അവള് കഴിച്ചോളും, അവൾക്ക് ആ മുറിയോട് വലിയ ഇഷ്ടോ. അതാ കഞ്ഞിയായിട്ട് അങ്ങോട്ട് പോയത്. ലില്ലിക്കുട്ടി അങ്ങനല്ലായിരുന്നു കൂടി. പടിഞ്ഞാപ്പുറത്തെ ജനലും തുറന്നിട്ട് ആകാശം ചുവക്കുന്നതും കറക്കുന്നതും നോക്കി അങ്ങനെ ഇരിക്കും. വേണ്ട, പപ്പ വരുത്തരാം. എന്നെ പപ്പാന്ന് ആദ്യം വിളിച്ച എന്റെ ട്രീസ മോക്ക്. ഇതെന്റെ ഷെയർലി മോക്ക്. എന്നെ മനസ്സിലായോ? പോലീസ് വാനില് നമ്മൾ ഒരുമിച്ച് ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. മാപ്പാക്കണം, എന്റെ മോള് നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല, സത്യമായിട്ടും പറഞ്ഞിട്ടില്ല. അറിയാം, എനിക്കറിയാം. നാളെ ഡൽഹിക്ക് പോവാണ്. കോടതി വിധിയുടെ പേപ്പേഴ്സ് വന്ന അവിടുന്ന് സ്റ്റേറ്റ്സിലേക്കും. പോകുന്നതിന് മുമ്പ് കാണണമെന്ന് തോന്നി, അതാ വന്ന. ഡൽഹിയിലൊക്കെ ഇപ്പൊ നല്ല ചൂടായിരിക്കും. ശേഖരൻ നായരും ഞാനും കൂടി പണ്ടൊക്കെ ഡൽഹിയിൽ വന്നിട്ടുണ്ട്. ഈ യൂണിയൻ ലീഡേഴ്സിന്റെ കോൺഫറൻസിന് ഒരു 4 ദിവസം ഉണ്ടായിരുന്നു. ഈ കേരള ഹൗസില്ലേ, അവിടെ താമസിച്ചത്. പതറരുത്, തോൽവി സമ്മതിക്കരുത് സാർ. ഏതോ പത്രത്തിൽ വായിച്ചാട്ടെ എന്നെ ഓർക്കുന്നുണ്ട്. സാറിന് മോളെ ഡോക്ടർ ആക്കണം എന്നായിരുന്നു മോഹം. ആക്കണം സാർ, മോളെ ഡോക്ടർ ആക്കുക തന്നെ വേണം. സാറിനത് പറ്റും. പറ്റും, പക്ഷെ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോ ഇന്നത്തെ കാലത്ത് ഒരു എംബിബിഎസിലൊരു കാര്യമില്ല. എന്തിലെങ്കിലും സ്പെഷ്യലൈസ് ചെയ്യണം. ഈ ന്യൂറോ, ഓർത്തോ, കാർഡിയോളജി. വരട്ടെ, നമുക്ക് ആലോചിക്കാം. എന്നാ ഡൽഹിക്ക് പോകുന്നു പറഞ്ഞേ? ഡൽഹി ഒത്തിരി പടയോട്ടങ്ങളും ഭരണമാറ്റങ്ങളും കണ്ട മഹാനഗരം. ബാബർ, ഹുമയൂൺ, ഔറംഗസേബ്, പണ്ഡിറ്റ് നെഹ്റു, ഇന്ദിരാഗാന്ധി. സാമുവലിനെയും കുടുംബത്തെയും വിഷം ഉള്ളിൽ ചെന്ന് അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലൈസ് ചെയ്തു എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. സാഹചര്യ തെളിവുകൾ പരിശോധിച്ചാൽ ആത്മഹത്യാശ്രമം.
നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി കേസ് വിധി പറയുന്നതിന് മുമ്പ് ഒരു ഹിയറിംഗിനായിട്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഒരു ആത്മഹത്യാ ശ്രമം സാമൂലിന്റെയും കുടുംബത്തിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? സാമൂലിന് എന്താ പറയാനുള്ളത്? ഈ ഏലപ്പാറയെന്നാ ഞാൻ സാധനം വാങ്ങിച്ചത്. അവിടുത്തെ കുഞ്ഞിരാമൻ നായരും ഞാനുമായിട്ട് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാ. നമ്മുടെ കറിച്ചാലുകാരനാ. പരാമറ ഞാൻ ചോദിച്ചത്. അപ്പൊ കുഞ്ഞിരാമൻ നായരാ പറഞ്ഞത് ഈ പയറിനും വെണ്ടക്കടിക്കാൻ പരാമറിനേക്കാൾ നല്ലത് എക്കാലക്സ് ആണെന്ന്. ഈ പച്ചക്കറി കടിക്കാണെന്നാ ഞാൻ നായരോട് പറഞ്ഞതേ. ഏളിയെ കൊച്ചിനറിയില്ലായിരുന്നു, അവളാ പറ്റിച്ചേർന്നത്. അതാ ഞങ്ങൾ നാലാളും ചാവാതിരുന്നതേ. സാമൂല് മജിസ്ട്രേറ്റിനോടാണ് സംസാരിക്കുന്നത്. ആത്മഹത്യാ ശ്രമത്തിന് 1 വർഷം വരെ ശിക്ഷയാ. ഈ കുട്ടിക്കാനം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ചാ ലിസമോളെ പ്രസവിച്ചത്. 3ാമത്തേത് പെൺകുഞ്ഞാന്ന് പറഞ്ഞപ്പോ അന്ന് ലില്ലി കുട്ടിയുടെ മുഖം ഒന്ന് മാറി. അപ്പൊ ഞാൻ ചോദിച്ചു, പെൺകുഞ്ഞായാലല്ല ഇന്ദിരാഗാന്ധി പെണ്ണല്ലേ, മാർഗരറ്റ് താച്ചർ പെണ്ണല്ലേ, നമ്മുടെ ഗൗരിയമ്മ പെണ്ണല്ലേ, എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. സത്യം പറഞ്ഞ എന്റെ മക്കളോട് ചാകാൻ ഇഷ്ടമുണ്ടെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഇന്നാൾ വരെ അവർക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഉണ്ടോ? ഈ പെൺപിള്ളേരും ഞാനും ജീവിച്ചിരിക്കുന്നേക്കാൾ നല്ലത് ചാകുന്നില്ലേ സാർ? ചാകണം സാർ. ചാവാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? എന്തെങ്കിലും? കോടതി 3 മാസത്തെ തടവിന് ശിക്ഷിച്ചിരിക്കുക. ഒരു വക്കീലിനെ അറേഞ്ച് ചെയ്ത അപ്പീൽ കൊടുക്കാം. പുറത്തുനിന്ന് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ. വേണ്ട സാർ, അപ്പീലൊന്നും പോകണ്ട. അപ്പീലൊന്നും പോകണ്ട. പോ സാർ. ഈ പുറത്ത് വന്നാൽ ഞങ്ങൾ ചാവും എന്ന് പുള്ളിക്കാരന് മനസ്സിലായി. ജഡ്ജിന് എല്ലാം മനസ്സിലാവും. എല്ലാം മനസ്സിലാവുന്ന ആളെ നാം ജഡ്ജ് എന്ന് പറയും. ജഡ്ജ് എല്ലാം മനസ്സിലാക്കുന്ന ജഡ്ജ്. ഈ ഇന്ദിരാഗാന്ധിയെ കൊന്നവരെ ശിക്ഷിക്കാൻ എത്ര വർഷം എടുത്തു? 10 വർഷം എടുത്തു. നമ്മുടെ വിധി എത്ര പെട്ടെന്നാ വന്നേ. നമുക്ക് ഭാഗ്യമുണ്ട്. സാമൂലും മക്കളും ഭാഗ്യം ചെയ്തവരാ.